നമുക്ക് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഡീവൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു, കുറെ അധികം കവർ ചെയ്തു. ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ മാക്സിമം മെഡീവൽ പോർഷൻസ് ഒന്ന് ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ നോക്കാം. നമ്മൾ എവിടെയാ നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിലെ? എവിടെയാ? ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ. അതായത് നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ ഗുപ്ത പീരീഡ് കണ്ടു, പിന്നെ ഹർഷ പീരീഡ് കണ്ടു, പിന്നെ ഏതാണ്ട് ഒരു 600-700 AD ശേഷം പിന്നീടുള്ള നോർത്ത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കിങ്ഡംസ് ആണ്. സൗത്ത് ഇന്ത്യയിൽ നമ്മൾ പല്ലവാസ് കണ്ടു, ചാലൂക്യാസ് കണ്ടു, പിന്നീട് ആരൊക്കെയാ കണ്ടത്? നോർത്തിലാണെങ്കിൽ നമ്മൾ ആ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ, പാലാസ്, പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകൂടാസ്. പിന്നെന്തൊക്കെയാ കണ്ടത്? സൗത്ത് ഇന്ത്യയിൽ വേറെ ആരൊക്കെ കണ്ടു? പല്ലവാസ്, ചാലൂക്യാസ് ഓഫ് വെങ്കി, പിന്നെ ചാലൂക്യാസ് ഓഫ് കല്യാണി അല്ലെ. അപ്പോൾ ഈ ചാലൂക്യാസ് ഓഫ് കല്യാണിയാണ് ഞാൻ എനിക്കൊരു ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയി. അവരെയാണ് നമ്മൾ ലേറ്റർ ചാലൂക്യാസ് എന്ന് വിളിക്കുക. കാരണം എന്താണ്? രാഷ്ട്രകൂട എംപയറിന്റെ ഡിക്ലൈന് ശേഷം റിവൈവ് ചെയ്തു വന്ന ചാലൂക്യ ബ്രാഞ്ചാണ് എന്ത്? ചാലൂക്യാസ് ഓഫ് കല്യാണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഏകദേശം ഇന്നലത്തെ ഡിസ്കഷനിൽ റഫ്ലി ഒരു 900-800 സംവെയർ ആ ഒരു ഭാഗത്ത് എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നത് ദ ഇമ്പീരിയൽ ചോളാസ്, ചേരാസ് ആൻഡ് ദി പാണ്ഡ്യാസ് ആണ്. നമ്മൾ ചോള, ചേര, പാണ്ഡ്യന്മാരെ എപ്പോഴാണ് ഇതിനു മുന്നേ കണ്ടത്? ഇതിനു മുന്നേ നമ്മൾ ഇവരെ കണ്ടത് ഏത് പീരീഡിലാണ്? സംഗം പീരീഡിൽ അല്ലെ. സംഗം പീരീഡ് ഏതായിരുന്നു ആ പീരീഡ്? റഫ്ലി ഒരു 300 BC to 300 AD ആ പീരീഡിലാണ് നമ്മൾ സംഗം ഇറയിലാണ് ഇവർ മൂന്നുപേരെയും കാണുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഇവരുടെ ടെറിട്ടറീസും ഒക്കെ അറിയാം. ഇവരുടെ എന്താ പറയാ, അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സിറ്റീസും പോർട്സും ഒക്കെ തന്നെ പിന്നീട് അവർ റിവൈവ് ചെയ്യുകയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പീരിയൽ ചോളാസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ചോളാസ് ഏകദേശം കണ്ടോ. ഈ ഇമ്പീരിയൽ ചോളാസ് പിന്നീട് റിവൈവ് ചെയ്തു വരുന്നത് ഒരു 850 AD ശേഷമാണ്. അപ്പം അതിനു മുന്നേ നമുക്കറിയാം ആരായിരുന്നു സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ എന്താ പറയാ ഡോമിനേറ്റ് ചെയ്തിരുന്ന പവേഴ്സ്? പല്ലവാസ് ആയിരുന്നു. പല്ലവാസും പിന്നെ അതിന് പാരലലി ചാലൂക്യാസും ഒക്കെ. അപ്പൊ അവരൊക്കെ ഒന്ന് ഡിക്ലൈൻ ആയി വന്നപ്പോഴേക്കുമാണ് ആര് പൊങ്ങി വരുന്നത്? നമ്മുടെ ഇമ്പീരിയൽ ചോളാസ് പൊങ്ങി വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫാക്ട് ഇവരുടെ പീക്ക് ടൈമില് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രോമിനന്റ് കിങ്ഡം ആര് തന്നെയായിരുന്നു? ഈ ചോളാസ് തന്നെയായിരുന്നു. കാരണം അവര് എന്താ ഇക്കണോമിക്കലി, മിലിറ്ററിലി, ഈവൻ ഇവരുടെ സ്ട്രോങ് നേവി ഒക്കെ വളരെ ഫേമസ് ആണ്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പം സാധാരണ നമ്മൾ സംഘം ഏജിൽ പോലും കണ്ടതെന്ന് വെച്ചാൽ എന്താ, ഈ ഡൈനാസ്റ്റീസ്, ഇപ്പൊ പാണ്ഡ്യാസ് ആണെങ്കിലും ഇവരൊക്കെ ശ്രീലങ്ക ആ റീജിയനൊക്കെ സംഘം ഏജിലും അവര് ടച്ച് ചെയ്തിട്ടുണ്ട്, കോൺക്വർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഇമ്പീരിയൽ ചോളാസ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ദ ട്രൂ ഇമ്പീരിയലിസ്റ്റുകൾ. അതായത് എന്താണ്, ഇവർ ഇൻഫാക്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല ടെറിട്ടറീസും ഇവര് കോൺക്വർ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ആ ഒരു സെൻസിലാണ് നമ്മൾ ഇവരെന്തെന്ന് വിളിക്കുക? ഇമ്പീരിയൽ ചോളാസ് എന്ന് വിളിക്കുക. എനിവേസ്, അപ്പം നമ്മള് ഈ ആദ്യമായിട്ട് ഈ ഇമ്പീരിയൽ ചോളാസിന്റെ ഒരു ഫൗണ്ടർ ആയിട്ട് നമ്മൾ പറയുന്നത് ആരെയാണ്? വിജയാലയ ചോളയാണ് അല്ലെ. വിജയാലയ ചോള. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോള ഡൈനാസ്റ്റി ഇപ്പൊ സംഘം പീരീഡിന് ശേഷം അവരങ്ങ് പൂർണ്ണമായും നശിച്ചു പോയി എന്നൊരർത്ഥമല്ല. ഇവരുടെ ആ ഒരു എന്താ പറയാ, ആ ഡൈനാസ്റ്റിയിൽപ്പെട്ട ചില ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ട്. ചെറിയ ലാൻഡ് ലോഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ ആളുകളൊക്കെ ആയിട്ട് അത്യാവശ്യം ചീഫ്റ്റൻസ് ആയിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് എന്തില്ല? ലാർജർ പവർ ഇല്ലെന്നേ ഉള്ളൂ. അപ്പൊ എപ്പോഴാണോ നമ്മൾ അന്ന് പറഞ്ഞല്ലോ ഒരു സെൻട്രൽ അതോറിറ്റി എപ്പോഴാണോ വീക്ക് ആവുന്നത് അപ്പോഴേക്കും എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആളുകളൊക്കെ പതിയെ പതിയെ കയറി വരും. അവര് ടെറിട്ടറീസ് എക്സ്പാൻഡ് ചെയ്യും, പവർ കൺസോളിഡേറ്റ് ചെയ്യും. അങ്ങനെയാണ് ആ പ്രോസസ്സ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിജയാലയ ചോള എന്ത് ചെയ്യുന്നത്? ഒരു മുത്തരയർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒരു റൂളിംഗ് ക്ലാന്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം പവർ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഈ ഒരു ഇമ്പീരിയൽ ചോളാസിന്റെ ഡൈനാസ്റ്റിയെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി നോക്കുന്നത് ഏതൊക്കെയാണ് ഈ ചോളയുടെ ശരിക്കും നമ്മൾ ഇവരെന്തുകൊണ്ടാണ് ഇമ്പീരിയൽ എന്ന് വിളിക്കുന്നത്? അതിനൊരു എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ട്. അപ്പൊ നോക്കിക്കേ, അവരുടെ പീക്ക് ടൈമില്
ഈ ചോള ടെറിട്ടറി എന്ന് പറയുന്നത് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ ആണ്. ഇത്ര ഏരിയ ഉണ്ട്. ഇനി അതൊന്നും കൂടാതെ തന്നെ ഇവര് എന്ത് ചെയ്തിരുന്നു, നോർത്തിലേക്കും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും അവരുടെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അതായത് ഇവിടെയൊക്കെ പോയി ഇവരെയൊക്കെ സബ്ജുഗേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ആനുവലി കൃത്യമായിട്ട് നമുക്ക് ടാക്സ് തരണം, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് തരണം. അത് മാത്രമല്ല ഞങ്ങളുടെ സുസേറൻറ്റ് നിങ്ങൾ അംഗീകരിക്കുകയും വേണം, അല്ലെ? അപ്പൊ നിങ്ങൾ ശരിക്കും ഓൺ ബിഹാഫ് ഓഫ് മീ ആയിരിക്കും നിങ്ങളുടെ ലാൻഡുകളൊക്കെ റൂൾ ചെയ്യുന്നത്. അത്രയും ഡോമിനൻസ് ഇവര് എക്സേർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, കാതരം. കാതരം എന്ന് പറയുന്നത് ഈ ടേം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാതരം എന്ന് പറയുന്നത് എന്താണ്? പഴയ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ആ മലായ പെനിൻസുലയെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ഇന്നത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ മലായ പെനിൻസുലയെ വിളിക്കുന്ന പേരാണ് കാതരം. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ രാജേന്ദ്ര ചോളയെ കാണും. അപ്പൊ രാജേന്ദ്ര ചോളയുടെ വിളിച്ചിരുന്ന പേര്, പുള്ളിക്ക് പല പേരുണ്ട്. അതിലൊരു പേരെന്താണ്? കാതരം കൊണ്ട ചോളൻ എന്നാണ്. അപ്പൊ കാതരം എന്ന് പറയുന്ന സാധനം എന്താണ്? ഈ മലായ പെനിൻസുലയുടെ ആ റീജിയനെയാണ് നമ്മൾ കാതരം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ കാതരം, അതുപോലെ തന്നെ പെഗു. കണ്ടോ, പെഗു എന്ന് പറയുന്നത് ഇന്നത്തെ മ്യാൻമറിന്റെ പാർട്സിനെയാണ് നമ്മൾ പെഗു എന്ന് പറയാം. പിന്നെ നോക്കിക്കേ, നമ്മൾ ശരിക്കും നോക്കുവാണെങ്കിൽ നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് അടക്കം ഇവർക്ക് ഇതുണ്ട്, കൺട്രോൾ ഉണ്ട്, അല്ലെ? നമ്മുടെ ഇന്നത്തെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ, കാരണം ഇറ്റ്സ് സോ ക്ലോസ് ടു ദം, അല്ലെ? തമിഴ്നാട്ടിൽ നിന്ന് വളരെ അടുത്താണ്. അപ്പൊ ഈയിടയ്ക്ക് ഞാനൊരു സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു സീരീസ് കണ്ടപ്പം പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്, ഈ ആൻഡമാനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ചോളരുടെ സമയത്ത് മുതൽ തമിഴ്സ് ആൻഡമാനിലുണ്ട്. അതായത് ആൻഡമാനിൽ ഡെഫിനറ്റ്ലി ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രൈബൽസ് ഉണ്ട്. അത് കൂടാതെ തന്നെ റൈറ്റ് ഫ്രം ദ ടൈംസ് ഓഫ് ദ ചോളാസ് അങ്ങോട്ടേക്ക് തമിഴ് വംശജര് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ. അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനത്തെ നേവൽ എക്സ്പെഡിഷൻസ് ഒക്കെ വരുമ്പോൾ കുറെ ആളുകൾ ഇങ്ങോട്ട് വരുന്നതാണ്. ഫൈൻ. അപ്പം ഇപ്പൊ നോക്കി, ഈ വംഗദേശം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ബംഗാൾ ആ റീജിയൻ ആണ്. ഒഡീഷയുടെ ഇച്ചിരി നോർത്തിലേക്കാണ് നമ്മൾ വംഗദേശം. കലിംഗ എന്ന് പറയുന്ന കോസ്റ്റൽ ഒഡീഷയെ നമ്മൾ കലിംഗ എന്ന് പറയുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പം എന്തായിരുന്നു ഇവരുടെ ചോളാസിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? തഞ്ചാവൂരായിരുന്നു, അല്ലെ? തഞ്ചാവൂരാണ്. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മേജർ ചോള റൂളേഴ്സ്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ചോള റൂളേഴ്സ്? അപ്പൊ നമുക്ക് പ്രധാനമായിട്ടുള്ള എല്ലാവരുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാം. ആദ്യം തന്നെ വിജയാലയ ചോള, അല്ലെ? അദ്ദേഹമാണ് ഫൗണ്ടർ ആയിട്ട് നമ്മൾ കരുതുന്നത്. പിന്നെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പരാന്തക ചോളയാണ്. പരാന്തക ചോളയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഹി അസ്യൂംഡ് ദ ടൈറ്റിൽ മധുരൈ കൊണ്ട. അപ്പൊ മധുരൈ കൊണ്ട എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അവരുടെ റൈവൽ ടെറിട്ടറി ആയിട്ടുള്ള പാണ്ഡ്യാസിന്റെ ക്യാപിറ്റൽ ആണ് എന്ത്? മധുരൈ. അപ്പൊ മധുരൈ കൊണ്ട ചോളൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹി ഹാഡ് കോൺകേർഡ് മധുരൈ ഓൾസോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ബാറ്റിൽസ് ഒക്കെ പറയുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തെക്കാളും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ പരാന്തക ചോളയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ബാറ്റിലാണ് ഈ കിടക്കുന്നത്, ബാറ്റിൽ ഓഫ് തക്കോലം. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഹി ലോസ്റ്റ് ടു ദി രാഷ്ട്രകുദാസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ രാഷ്ട്രകുഡാസ് അവരാ ഡിക്ലൈൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള അവരുടെ ഒരു നല്ലൊരു പീക്ക് ടൈം ഇല്ലേ, ആ സമയത്ത് അപ്പൊ ചോളാസ് ഉയർന്നു വരുന്നൊരു സമയമാണ്. രാഷ്ട്രകുഡാസ് ഏകദേശം പീക്കാണ്, പക്ഷെ ദർ അബൌട്ട് ടു ഡിക്ലൈൻ. ആ ഒരു ഫേസിൽ, ലാസ്റ്റ് ഫേസ് ഓഫ് രാഷ്ട്രകുഡ, ആ ഒരു പീരീഡില് ബാറ്റിൽ ഓഫ് തക്കോലത്തില് ചോളാസിനെ ആര് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്? രാഷ്ട്രകുഡ കിങ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു കൃഷ്ണ 3 ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് തക്കോലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ചോളനാണ് ആര്? ആദ്യമായിട്ട് പഠിക്കുന്ന രാജരാജ ചോളൻ, അല്ലെ? നമ്മുടെ തമിഴ് പാട്ടുകളിലൊക്കെ വരെ ഇദ്ദേഹത്തിന്റെ പേരുണ്ട്, അല്ലെ? ഒരു ഫേമസ് പാട്ടില്ലേ, രാജരാജ ചോളൻ ഞാൻ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്, അത് ഇദ്ദേഹത്തെ കുറിച്ചാണ്. അപ്പൊ ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ഇമ്പീരിയൽ ചോള ഡൈനാസ്റ്റിയുടെ റിയൽ ഫൗണ്ടർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇദ്ദേഹമാണ് ശരിക്കും കോൺക്വസ്റ്റുകളുടെ ഒരു നിര തന്നെ തുടങ്ങി വെച്ചത്. അപ്പൊ ഓഫ് കോഴ്സ് ആദ്യമായിട്ട് ഇവർ കോൺക്വർ ചെയ്യുന്നത് നെയ്ബറിംഗ് ടെറിട്ടറീസ് ആയിരിക്കും. പാണ്ഡ്യാസിനെ കോൺക്വർ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ ചേരാസിന്റെ ടെറിട്ടറീസ് ഒക്കെ. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ പാർട്ടില്ലേ, ട്രിവാൻഡ്രം, ക്വിലോൺ, അതായത് കൊല്ലം, ഈ സൈഡൊക്കെ ഇദ്ദേഹം കോൺക്വർ ചെയ്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ആ ഭാഗത്തുള്ള പോർട്ടുകളടക്കം കോൺക്വർ ചെയ്യും. ഇത് വെറുതെ വരുന്നതല്ല, പോർട്ട് പോലത്തെ സ്ട്രാറ്റജിക് അസറ്റുകൾ കൈകാര്യം ചെയ്യാനാണല്ലോ ഇവർ വരുന്നത്. അത് കിട്ടിയാലാണ് അവിടുത്തെ ട്രേഡും
റവന്യൂസും ഒക്കെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, ഹി ഓൾസോ ഇൻവേഡഡ് ശ്രീലങ്ക ആൻഡ് അനെക്സ്ഡ് ഇറ്റ്സ് നോർദേൺ പാർട്ട്. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ശ്രീലങ്ക എന്ന് പറയുന്ന സ്ഥലം ഏതാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പൊ ഇതിന്റെ ഏതാണ്ട് കുറച്ചൊരു നോർദേൺ പാർട്ട് ഇദ്ദേഹം കോൺകർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ഈ നോർദേൺ പാർട്ട് ഓഫ് ശ്രീലങ്കയെ കോൺകർ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരെന്താണ്? മുൻമുടി കൊണ്ട ചോള. അതായത് ശ്രീലങ്കയുടെ നോർത്തേൺ പാർട്ടിനെ നമ്മൾ എന്താ പറയാ, അവർ അന്ന് വിളിച്ചിരുന്ന മുൻമുടി എന്നാണ്. അപ്പൊ രാജരാജ ചോളനാണ് എന്ത്, ഹി ഈസ് ഓൾസോ നോൺ ആസ് മുൻമുടി കൊണ്ട. ഹലോ പറഞ്ഞു. അപ്പൊ നമ്മള് രാജരാജ ചോളയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം സിൻസ് ഹി കോൺകേർഡ് ദ നോർദേൺ പാർട്ട് ഓഫ് ശ്രീലങ്ക, ഇദ്ദേഹം ഹി ഈസ് ഓൾസോ നോൺ ആസ് മുൻമുടി കൊണ്ട ചോളൻ. ഓക്കെ. പിന്നെ അപ്പം വേറെന്താ പറയാ, പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, മാൽഡീവ്സിന്റെ പാർട്സും ഒക്കെ ഇദ്ദേഹത്തിന്റെ ടെന്യൂറിൽ കോൺകർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇദ്ദേഹത്തിന്റെ പീരീഡിന്റെ പ്രത്യേകത, ഈ ഒരു 1000 ശേഷമുള്ളൊരു പീരീഡ് ആണല്ലോ. ഹി വാസ് ആക്ച്വലി എന്താണ്, ആർക്ക് കണ്ടംപററി ആയിരുന്നു? നമ്മുടെ ഒരു എന്താണ്, ഒരു അറബ് ഗസ്നിയുടെ കണ്ടംപററി ആയിരുന്നു രാജരാജ ചോള. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കാര്യം നമുക്കറിയാം ഇടയ്ക്കൊക്കെ UPSC എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട 2-3 ആളുകളെയൊക്കെ ഇങ്ങനെ ആരുടെ കണ്ടംപററി ആയിരുന്നു ഇന്നയാൾ അങ്ങനെയൊക്കെ ചോദിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇവർ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് ഒന്ന് ഓർത്തിരിക്കുക, ഇവർ കണ്ടംപററി ആയിരുന്നു. ഓക്കെ. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അച്ചീവ്മെന്റ് എന്താണ്? ഇൻ 1010 ഹി കൺസ്ട്രക്റ്റഡ് ദി വെരി ഫേമസ് രാജരാജേശ്വര ടെമ്പിൾ അല്ലെ, അല്ലെങ്കിൽ ബൃഹദേശ്വര ടെമ്പിൾ. അതാണ് അല്ലെ ഈ ചോള ആർക്കിടെക്ചറിന്റെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് എന്താണ്, ആ രാജരാജേശ്വര ടെമ്പിൾ ആണ് അല്ലെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരാണ് ആ ടെമ്പിളിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും നമുക്കറിയാം പഴയ റൂളേഴ്സ് എല്ലാവരും ചെയ്യുന്നൊരു വിദ്യയാണ്. അതായത് ദൈവത്തിനോട് അടുത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് അത് പ്ലേസ് ചെയ്യാൻ, ആ ഐഡിയ പ്ലേസ് ചെയ്യാനാണ് തൻ്റെ പേരിനോട് തന്നെ സാമ്യം ഉള്ള രീതിയിൽ ആ ടെമ്പിളിന് പേര് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ തൻ്റെ പേരിൽ നിന്ന് തന്നെ അഡോപ്റ്റഡ് ആണ് ആ നെയിം. അപ്പോൾ എന്താണ്, ദാറ്റ് ഐ എം മോർ ക്ലോസർ ടു ഗോഡ്, സോ ഐ ഹാവ് ദ ലെജിറ്റിമസി ടു റൂൾ യു പീപ്പിൾ. ആ ഒരു സാധനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം നമ്മൾ രാജരാജ ചോളയെ കണ്ടു. ഇനി നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ടാമത്തെ പേഴ്സണാലിറ്റിയാണ് ആര്? രാജേന്ദ്ര ചോള. ഇപ്പൊ രാജേന്ദ്ര ചോളയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ പുള്ളി എന്ന് വെച്ചാൽ അച്ഛൻ്റെ ആ ഒരു കോൺകറിങ് ടെൻഡൻസീസ് വീണ്ടും വളരെ എക്സ്പാൻഡ് ചെയ്ത് നടപ്പിലാക്കിയൊരു ആളാണ്. എന്ത് ചെയ്തു, അച്ഛനാണെങ്കിൽ ശ്രീലങ്കയുടെ നോർദേൺ പാർട്ട് മാത്രമേ കോൺകർ ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിൽ പുള്ളി എന്ത് ചെയ്തു, ഫുൾ ശ്രീലങ്കയും കോൺകർ ചെയ്തു. അതുപോലെ ഹി ഹാഡ് കൺട്രോൾ ഓവർ മാൽഡീവ്സ്. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ നിരപ്പെ പുള്ളി എന്ത് ചെയ്തു, പോയി കോൺകർ ചെയ്യുകയും യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് പല പേരുകളുണ്ട്. അത് മാത്രമല്ല ഇദ്ദേഹമാണ് ആദ്യത്തെ ഒരു സൗത്ത് ഇന്ത്യൻ കിങ് ടു ക്രോസ് ദി ഗംഗ, അല്ലെങ്കിൽ ടു മാർച്ച് അപ് ടു ദ ഗംഗ ടു കോൺകർ ദി നോർദേൺ കിങ്ഡംസ്. ഗംഗ ക്രോസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഒഡീഷ ആ പാർട്ട് ബംഗാളിൻ്റെ ഒക്കെ അടുത്ത് വരെ എത്തിയായിരുന്നു. പക്ഷെ അത് അവിടുത്തെ റൂളേഴ്സ് ഇദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്തിരുന്നു അല്ലേ. നമ്മുടെ പാല റൂളേഴ്സിൻ്റെ നമ്മളെ പാല ഡൈനാസ്റ്റിയിലെ ഒരു റൂളറാണ് ഇദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യുന്നത് വെൻ ഹി ട്രൈ ടു കോൺകർ ദോസ് റീജിയൻ. അതെ. പക്ഷെ മഹിപാലയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാലും മഹിപാല കുഡ് റെസിസ്റ്റ് ഹിം, അല്ലെങ്കിൽ കുഡ് റിസ്ട്രെയിൻ ഹിം ഫ്രം ക്രോസിംഗ് ദി ഗംഗ. ഒത്തിരി നോർത്തിലേക്ക് എന്താ പറയുക പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല. ഹി വാസ് സ്റ്റോപ്ഡ് കൈൻഡ് ഓഫ്, അങ്ങനെ പറയാം. അപ്പം ആ ഒരു അർത്ഥത്തിലാണ് ഇദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത്, ഗംഗൈ കൊണ്ട ചോളൻ എന്ന് വിളിക്കുക. എന്നിട്ട് ആ പുള്ളിയുടെ നോർദേൺ എക്സ്പെഡീഷനെ അതിനെ മെമ്മോറിയലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹി ഫൗണ്ടഡ് എ ന്യൂ സിറ്റി ഇൻ ഹിസ് ടെറിട്ടറി കോൾഡ് ഗംഗൈ കൊണ്ട ചോളപുരം. ഓക്കെ. അപ്പോൾ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. രാജേന്ദ്ര 1 ഈസ് നോൺ ആസ് എന്ത്, ഗംഗൈ കൊണ്ട ചോളൻ, ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ആസ്, ഹെൻസ് ഹി ഫൗണ്ടഡ് എ സിറ്റി കോൾഡ് ഗംഗൈ കൊണ്ട ചോളപുരം ഇൻ ഹിസ് ടെറിട്ടറി അല്ലേ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ എന്താണ്, പൊന്നിയിൻ സെൽവൻ രാജരാജ ചോളയുടെ ഇതാണ്. അതെ.
ഇദ്ദേഹം ഈ രാജരാജ ചോളയെ തന്നെയാണ് നമ്മൾ അരുൺമൊഴി വർമ്മൻ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ സിനിമയിൽ കാണുന്നത് അതല്ലേ? ഓക്കെ, അത് പൊന്നിയിൻ സെൽവൻ ഈസ് അബൌട്ട് രാജരാജ 1. ഓക്കെ, ഇനി ഇദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ ഹി ഓൾസോ കോൺകേർഡ് പാർട്സ് ഓഫ് പെഗു, അതുപോലെ കാതരം, ഈ റീജിയൻസ് ഒക്കെ. അതുകൊണ്ട് എന്താണ്, ഹീസ് ഓൾസോ നോൺ ആസ് കാതരം കൊണ്ട ചോളൻ അല്ലേ? അതുപോലെ തന്നെ ഇദ്ദേഹം വളരെയധികം ഈ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേറൊരു പേരുമുണ്ട്, എന്ത്? പണ്ഡിത ചോളൻ. അപ്പം നമ്മളിപ്പം ഹിസ്റ്ററിയിലെ ഒത്തിരി റൂളേഴ്സും അവർ ആവശ്യമില്ലാത്ത കുറേ ടൈറ്റിൽസ് അഡോപ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള റൂളേഴ്സും അവരുടെ 2-3 ടൈറ്റിൽസും ഒക്കെ ഉള്ളത് പഠിച്ചു വെക്കണം. ഇപ്പം ഇദ്ദേഹത്തിൻ്റെയൊക്കെ പോലെ. പിന്നെ നമ്മൾ ഇന്നലെ മട്ടവിലാസ പ്രഹസനം ഒക്കെ പറഞ്ഞില്ലേ, അപ്പം അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ഇത് പഠിക്കുക. പിന്നെ അല്ലാതെ കുറേ രാജാക്കന്മാർ എന്താണ് ഉത്തരപാതയുടെ നായകൻ, മറ്റേത് മറിച്ചത്, അങ്ങനെ കുറേ ആവശ്യമില്ലാത്ത ടൈറ്റിൽസ് എടുക്കും. അത് ചുമ്മാ സ്വയം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് വെക്കുന്ന ടൈറ്റിൽസ് ആണ്. ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ടൈറ്റിൽസ് എടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സിനെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരു ഇത് സൂക്ഷിച്ചു നോക്കൂ. He sent naval expeditions against the ശ്രീവിജയ എംപയർ. ശ്രീവിജയ എംപയർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലെ ഒരു എംപയർ ആയിരുന്നു. നമ്മുടെ ഇന്നത്തെ മലേഷ്യ അല്ലെങ്കിൽ ഇന്തോനേഷ്യ, അങ്ങനെ ആ പാർട്ടിലുള്ള ഒരു എംപയർ ആയിരുന്നു ശ്രീവിജയ എംപയർ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് എന്താണ് ബേ ഓഫ് ബംഗാൾ ക്രോസ് ചെയ്താൽ നേവിയെ വിട്ട് എടുപ്പിക്കാവുന്ന ഒരു റീജിയനാണ് എന്ത്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഒക്കെ അല്ലേ? അപ്പം അങ്ങനെ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രീവിജയ എംപയർ ഒക്കെ കോൺകർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ സബ്ജുഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹീ ടുക്ക് എ മാർച്ച് അക്രോസ് ദി കലിംഗ ടു ബംഗാൾ, അത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഗംഗൈ കൊണ്ട ചോളൻ എന്ന് പറയുന്നത്. ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഓർമ്മയുള്ളവരുണ്ടോ? ഡു യു റിമെമ്പർ ദിസ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. Who among the following led a successful military campaign against the kingdom of Srivijaya? അപ്പോൾ ശ്രീവിജയ എവിടെ എന്താണെന്നൊന്നും UPSC പറയുന്നില്ല. ശ്രീവിജയ എംപയർ അത്രേ പറയുന്നുള്ളൂ. ദ പവർഫുൾ മാരിടൈം സ്റ്റേറ്റ് വിച്ച് റൂൾഡ് ദി മലായ് പെനിൻസുല, സുമാത്ര ആൻഡ് ജാവ ആൻഡ് ദി നെയ്ബറിംഗ് ഐലൻഡ്സ്. ചോദ്യം പിടികിട്ടിയല്ലോ. ആരാണ് ശ്രീവിജയ എംപയറിനെ കൈകാര്യം ചെയ്തത്? അപ്പോൾ നോക്കിക്കേ, ഏറ്റവും ഇതിനകത്ത് ശരിക്കും നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. കാരണം എന്താണ്, ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെ മോസ്റ്റ് അഗ്രസീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജേന്ദ്ര ചോളയാണ്. ഇനി നമ്മൾ അമോഘ വർഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എന്താണ്, വളരെ പീസ് ലവിങ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം സ്വന്തം ടെറിട്ടറിയുടെ അപ്പുറത്ത് പോലും ഒരു യുദ്ധത്തിന് പോകും തോന്നുന്നില്ല, പിന്നെയാണ് കടലും കടന്ന് ശ്രീവിജയ എംപയറിനെ തോപ്പിക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും അമോഘ വർഷയെ നമുക്ക് വെട്ടാം. പിന്നെ പ്രതാപരുദ്ര കാക്കാത്തിയ ഡൈനാസ്റ്റിയാണ്. അപ്പം ഒട്ടും പഠിക്കാതെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ചിലപ്പം കൺഫ്യൂസിങ് ആവും. കാരണം കാക്കാത്തിയസ് ആർ ഓൾസോ ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ്, ചിലപ്പോൾ എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളത്. പിന്നെ വിഷ്ണുവർദ്ധന ഹൊയ്സാല, ഇത് വേണേൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഹൊയ്സാല സർ ഓൺ ദാറ്റ് പാർട്ട് ഓഫ് ദി അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ, അങ്ങനെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ എന്നാലും ഒരുവിധം വായിച്ചിട്ടുള്ള ഒരാൾ എന്തായാലും ചോളാസിൽ എത്തിപ്പെടുള്ളൂ. പക്ഷെ സ്റ്റിൽ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ തെറ്റാനും സാധ്യതയുണ്ട്. എനിവേസ് ആൻസർ ഈസ് രാജേന്ദ്ര 1 അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത്രയും ചോദ്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്ലൈറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവരുടെ കോൺക്വസ്റ്റുകൾ, വാറുകളൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ചോള റൂളറാണ് കുളോത്തുങ്ക. കുളോത്തുങ്കയെ കുറിച്ച് ഒത്തിരി ഒന്നും പഠിക്കാനില്ല. ഹീസ് നോൺ ആസ് സുങ്കം തവിർത്ത ചോളൻ. അതായത് പുള്ളിയുടെ ടെന്യൂറിന്റെ സമയത്ത് ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള പല ടാക്സുകളും എടുത്തു കളഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ ചുങ്കം എന്നുള്ള മലയാള വേർഡിന്റെ തമിഴ് വേർഷനാണ് സുങ്കം എന്നുള്ള അർത്ഥം അല്ലെ? അപ്പൊ സുങ്കം തവിർത്ത ചോളൻ എന്നാണ് പുള്ളി വിളിക്കുന്നത്. അതായത് ചുങ്കം എടുത്തു കളഞ്ഞ അല്ലെങ്കിൽ ചുങ്കങ്ങളൊക്കെ റദ്ദാക്കിയ ചോളൻ, ആ ഒരു അർത്ഥത്തിൽ. ഓക്കെ, പിന്നെ നമ്മളിനി ചോളാസിന്റെ ഒരു ഡിക്ലൈനിലേക്ക് വരുമ്പോൾ ഒരു 1100s അല്ലെങ്കിൽ 1200s അടുക്കുമ്പോഴേക്കും ചോളാസ് പതുക്കെ ഡിക്ലൈൻ ആവുകയാണ്. റീസൺസ് നമ്മളുടെ ഓബ്വിയസ് റീസൺസ് ആണ്, വീക്ക് സക്സസേഴ്സ്, മറ്റ് അറ്റാക്സ് ഫ്രം ദി നെയ്ബറിംഗ് ടെറിട്ടറീസ്, ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊക്കെ ചോളാസ് എന്ത് ചെയ്യുന്നു, പതിയെ ഡിക്ലൈൻ ആവുന്നു. അപ്പം ആ ഗ്യാപ്പിലോട്ട് വീണ്ടും മറ്റ്
നെയ്ബറിംഗ് ടെറിട്ടറീസ് ഡോമിനേറ്റ് ചെയ്തു വരും. ഫോർ എക്സാമ്പിൾ ദ പാണ്ഡ്യാസ്. അതായത് ഈ നമ്മുടെ ഇമ്പീരിയൽ ചോളാസ് അവരുടെ പീക്ക് ടൈമിൽ നിന്നപ്പം പാണ്ഡ്യാസിനെയൊക്കെ ഒതുക്കി കൈ കൊടുത്തു. അപ്പോൾ പാണ്ഡ്യാസ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷെ ചോളാസ് വീണ്ടും ഒതുങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ ഗ്യാപ്പിലേക്ക് പാണ്ഡ്യാസ് കുറെ കൂടിയൊക്കെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു. ഇൻഫാക്റ്റ് പഴയ ചോള ടെറിട്ടറീസിൽ പലതും ഇവർ കോൺകർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു റിലേറ്റീവ് കളിയാണല്ലോ അല്ലേ? അയൽവക്കത്തുള്ള ആൾ വീക്ക് ആകുമ്പോൾ നമ്മൾ സ്ട്രോങ് ആവും, നമ്മൾ വീക്ക് ആകുമ്പോൾ മറ്റൊരു സ്ട്രോങ് ആവും. ആ ഒരു ഡൈനാമിക്സ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി ചോളയുടെ അഡ്മിനിസ്ട്രേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏറ്റവും സ്മോളർ യൂണിറ്റ് എന്ന് പറയുന്ന വില്ലേജ് അല്ലെങ്കിൽ കുർറം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നാടുകളുടെ ഗ്രൂപ്പ്സിനെ നമ്മൾ വളനാട് അല്ലെങ്കിൽ ലാർജർ ആയിട്ടുള്ള യൂണിറ്റ് വളനാട്, പിന്നെ മണ്ഡലം അല്ലേ? അത് നമുക്കറിയാവുന്ന ക്ലാസിഫിക്കേഷനാണ്, പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് ഊര്, സഭ എന്ന് പറയുന്ന ചില സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഊര് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു വില്ലേജിലെ എല്ലാ മനുഷ്യരുടെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു അസംബ്ലിയാണ് ഊര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഊരിൻ്റെ അസംബ്ലി. പിന്നെ വരുന്ന സഭ എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ ഗ്രൂപ്പിങ്സ് ആണ്. അതായത് ബ്രാഹ്മണരെ സംബന്ധിക്കുന്ന അവരുടെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നതൊക്കെ ബ്രാഹ്മണരടങ്ങുന്ന ഒരു സഭയായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ചില ലോക്കൽ അഡ്മിനിസ്ട്രേഷന് വേണ്ട ചില യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് നമ്മൾ പിന്നെയും കാണും. അതായത് പുരവാരി തിണൈക്കളം എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു ചോള എംപയറിന്. അപ്പോൾ കാരണം കറക്റ്റായിട്ട് റവന്യൂ കളക്ട് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു സക്സസ്ഫുൾ എംപയർ ആവാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് പുരവാരി തിണൈക്കളം. ഇതിൻ്റെ ബാക്കിയാണ് തിണൈക്കളം എന്നുള്ളത് ഇതാണ്. അപ്പം ഈ കളം എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കളം എന്ന് പറയുന്നത് എന്താണ്? പാഡി മെഷർ ചെയ്യാനുള്ളൊരു ലാൻഡിൻ്റെ യൂണിറ്റ് ആണ്, പാഡി കൾട്ടിവേഷൻ മെഷർ ചെയ്യാനുള്ള. അപ്പം അതുകൊണ്ടാണ് ഈ ടേംസ് ഒക്കെ നിങ്ങൾ സൂക്ഷിച്ച് പഠിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇത് കണ്ടോ, വരിപ്പൊത്തകം. വരിപ്പൊത്തകം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ പുസ്തകത്തെ പൊത്തകം എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒരു ലോക്കൽ വേർഷനിലൊക്കെ പൊത്തകം എന്ന് കേട്ടിട്ടില്ലേ? പഴയ ആളുകളൊക്കെ പറയത്തില്ലേ പൊത്തകം കൊണ്ട് സ്കൂളിൽ പോയി എന്നൊക്കെ, ആ അർത്ഥത്തിൽ. അപ്പോൾ വരിപ്പൊത്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെൽ മെയിൻറ്റെയിൻഡ് റെക്കോർഡ് ഓഫ് ലാൻഡ് റൈറ്റ്സ് ആൻഡ് ടാക്സസ്. അപ്പോൾ നമുക്ക് ഈ ചോളയുമായി ബന്ധപ്പെട്ട ടേംസ് ഒക്കെ കുറേയൊക്കെ മലയാളീകരിച്ച് നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചില ടേംസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി ഓക്കെ പുസ്തകത്തെ സാഹിത്യവൽക്കരിച്ച് പുതിയ ജനറേഷനും പുസ്തകം എന്ന് പറയും. കാരണം പുതിയ സാധനങ്ങൾ വരുന്നു എന്നുള്ള അർത്ഥത്തിൽ പുസ്തകം. ഓക്കെ, അപ്പം അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് നമ്മളുടെ ചോളാസിൻ്റെ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ എന്താണ്? വളരെ ഫേമസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പല ടെറിട്ടറീസ് എടുക്കുമ്പോഴും ഏത് ഡൈനാസ്റ്റി എടുത്താലും മിക്കവാറും വില്ലേജസ് വെയർ വെരി സെൽഫ് സഫിഷ്യൻറ്റ് അല്ലേ? അവരൊരു ഒരു എന്താ പറയുക സെൽഫായിട്ട് റൺ ചെയ്യുന്ന ഒരു യൂണിറ്റ് തന്നെയായിരുന്നു. അപ്പം അതുപോലെ തന്നെയായിരുന്നു ചോള വില്ലേജസും. ഇനി അത് മാത്രമല്ല, ഈ ചോള വില്ലേജസിലെ ലോക്കൽ ഒരു സെൽഫ് ഗവൺമെൻറ് സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ആ സിസ്റ്റത്തെ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഇൻസ്ക്രിപ്ഷൻ ഏതാണ്? ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ ആണ്. അത് ആരുടെ ഇൻസ്ക്രിപ്ഷൻ ആണ്? ആരുടെ ടെന്യൂറിലാണ്? പരാന്തക ചോളയുടെ സമയത്താണ്. അപ്പം അങ്ങനത്തെ അതെല്ലാം ആ ഡീറ്റെയിൽസ് ഒക്കെ ഓർത്ത് വെക്കണം. അപ്പം എന്താണ് ആ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷനിൽ എന്താ പറയുന്നത്? ഒരു പ്രത്യേക ഒരു സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, കുടവോളൈ സിസ്റ്റം. കുടവോളൈ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? അതെ, അതൊരു ലോട്ടറി സിസ്റ്റം ആണ്. അതായത് ഇപ്പം ഈ ഒരു എന്താ പറയുക ഒരു സഭ അല്ലെങ്കിൽ ആ വില്ലേജിനെ ഗവേൺ ചെയ്യുന്ന ആ യൂണിറ്റിനെ തിരഞ്ഞെടുക്കാൻ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങളൊക്കെ നോമിനേഷൻസ് ഇടുന്നു വിചാരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഗ്രാമത്തിലെ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു ബോയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളൊക്കെ ആസ്പയറിങ് കാൻഡിഡേറ്റ്സ് ആണ്, നിങ്ങളുടെയൊക്കെ പേര് ഒരു കുടം അല്ലെങ്കിൽ അങ്ങനെ ഒരു പാത്രത്തിനകത്ത് ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ബോയെ കൊണ്ട് എടുപ്പിക്കും. അപ്പോൾ നമുക്കിപ്പോൾ 5 പേരുള്ള ഒരു സഭയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഗവേണിംഗ് യൂണിറ്റ് ആണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ പയ്യനെ കൊണ്ട് നമ്മൾ 5 പേരുടെ ചിറ്റ്സ് നമ്മൾ എടുപ്പിക്കും. അപ്പോൾ ആരൊക്കെയാണോ ആ ചിറ്റ്സിൽ എടുക്കുന്നത് അവരായിരിക്കും പിന്നെയുള്ളൊരു 3 വർഷത്തേക്ക് ആ ഗവേണിംഗ് കൗൺസിലിൻ്റെ മെമ്പേഴ്സ്. അപ്പോൾ ആ സിസ്റ്റമാണ് കുടവോളൈ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, പിന്നെ
എന്താ പറയുക, അപ്പോൾ ഈ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ, ഈ സഭാസ് അല്ലെങ്കിൽ സഭയുടെ ലാർജർ യൂണിറ്റ് ആണ് മഹാസഭാസ്. അപ്പോൾ ഇവർക്ക് എന്തുണ്ടായിരുന്നു, അവരുടെ ആ ടെറിട്ടറീസിനെ സംബന്ധിക്കുന്ന മിക്ക കാര്യങ്ങളിലും അവർക്ക് സെൽഫായിട്ട് തീരുമാനം എടുക്കാം. അതായത് എത്ര ടാക്സ് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ടാക്സ് എക്സംഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ ഈ ടാങ്ക് മെയിൻറ്റെയിൻ, ഇപ്പോൾ വാട്ടർ ടാങ്കുകളൊക്കെ വേണമല്ലോ ഇറിഗേഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വാട്ടർ ടാങ്കിൻ്റെ ഇറിഗേഷൻ സിസ്റ്റം എങ്ങനെയായിരിക്കണം, അതിന് വേണ്ട പണം എവിടെ നിന്ന് കണ്ടെത്തണം, അങ്ങനത്തെ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ അവർ ഓട്ടോണമസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ രാജാവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം ആ വില്ലേജിൽ നിന്ന് ഇപ്പോൾ സേ ഒരു 1000 രൂപയാണ് ഒരു വർഷം കൊടുക്കേണ്ട തുകയെങ്കിൽ എന്ത് ചെയ്യും, villagers will collect that 1000 rupees and submit it to the king. അപ്പോൾ അങ്ങനത്തെ റവന്യൂ മാറ്റേഴ്സിലായിരിക്കും രാജാവുമായിട്ടൊരു ഒരു കണക്ഷൻ വരിക. അല്ലാത്തടത്തോളം ഒക്കെ ഇൻ ജനറൽ അവർ ഓട്ടോണമസ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ. ഇനി നമ്മൾ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഇൻ ചോള എംപയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരവാരൈ തിനിക്കളം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വാസ് എ സെൻട്രലൈസ്ഡ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ അതുപോലെ ടൈപ്സ് ഓഫ് ടാക്സസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. നമ്മുടെ തമിഴ്നാട് NCERTസിലൊക്കെ ഈ ടേംസ് പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ നോട്ട്സിൽ കാണും. ഇല്ലാത്ത ടേംസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കളം, ഞാനല്ല തിനൈക്കളം എന്ന് പറഞ്ഞില്ലേ, ആ തിനൈക്കളത്തിൻ്റെ കളം കൊണ്ട് യൂണിറ്റ് ഫോർ പാഡി ടാക്സേഷൻ. അപ്പോൾ ഒരു കളം എന്ന് പറയുന്നത് 28 kilograms ആണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി നമ്മൾ അടുത്ത കിങ്ഡം എന്താണ്, ഇത് ഇമ്പീരിയൽ പാണ്ഡ്യാസ്. ഇമ്പീരിയൽ പാണ്ഡ്യാസിനെ കുറിച്ച് ഒത്തിരി ഒന്നും പഠിക്കാനില്ല, അങ്ങനെ ഭയങ്കര പ്രോമിനൻറ്റ് റൂളേഴ്സ് ഒന്നും ഇല്ല അതിനകത്ത്. എങ്കിലും ഇപ്പം ഈ ഒരു മാപ്പ് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ പീക്ക് മൊമെൻറ്റിൽ അവർ ഏകദേശം ഇത്രയും റീജിയൻസ് ഒക്കെ അവരുടെ കയ്യിലുണ്ട്. കണ്ടോ, ഇൻക്ലൂഡിങ് ശ്രീലങ്കയുടെ പോലും പാർട്സ് അവരുടെ കയ്യിലുണ്ട്. കാരണം എന്താ, തൊട്ടടുത്താണ്, മധുരയിൽ നിന്നൊക്കെ വളരെ അടുത്താണ്. ഓക്കെ. അപ്പോൾ കണ്ടോ, തഞ്ചാവൂർ അടക്കം ചോള ടെറിട്ടറീസ് അടക്കം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ. ഇനി അപ്പം ഏകദേശം ഒരു 6th 7th centuries ഈ പല്ലവാസിൻ്റെ പല്ലവാസ് പീക്കായി വരുന്നതിൻ്റെ പാരലലി തന്നെ ഇമ്പീരിയൽ ചോളാസ് ഉണ്ട്. പക്ഷേ നമുക്കറിയാം, ഇമ്പീരിയൽ പാണ്ഡ്യാസ് ഉണ്ട്. പക്ഷേ ചോളാസ് ഡോമിനേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരങ്ങ് താഴെ പോവും. അതാണ് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോളാസ് പിന്നെ വീണ്ടും ഡിക്ലൈൻ ആകുമ്പോഴാണ് ഇവർ പിന്നെയും പൊങ്ങി വരുന്നത്. ഓക്കെ. അപ്പം എന്താ പറയുക, പാണ്ഡ്യാസിന് ഈ പറയുന്ന പോലെ കണ്ടോ, കാവേരിയുടെ എസ്റ്റുറി എന്നൊക്കെ പറയുന്നത് ശരിക്കും ചോളാസിൻ്റെ കേന്ദ്രമാണ്. അത് ഇവരുടെ പീക്ക് ടൈമിൽ കോൺക്വർ ചെയ്തിട്ടുണ്ട്. ചേര കൺട്രി, അതായത് കൊങ്കുനാട്, അതുപോലെ വേണാട്, ഇതെല്ലാം കേരളത്തിൻ്റെ ടെറിട്ടറീസ് ആണ്. അതൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ പല്ലവ കൺട്രി, ശ്രീലങ്ക, ഇതൊക്കെ ഇവരുടെ കയ്യിൽ ഇവർ പീക്കായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ചോളാസ് പ്രോമിനൻ്റ് ആയപ്പം അവർ ചോളാസിന് താഴെ നിന്നു. പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 റൂളേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവരൊക്കെയാണ്. അതായത് മാരവർമ്മൻ 1, ജാതവർമ്മൻ, സുന്ദരപാണ്ഡ്യൻ, ഇങ്ങനെയുള്ള 2-3 റൂളേഴ്സാണ് ഇമ്പീരിയൽ ചോളാസിൻ്റെ പ്രോമിനൻ്റ് ആയിട്ട് വരുന്ന റൂളേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നോക്കേണ്ട ഒരു സാധനം, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഈ ഏരിയാസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഇവരുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ വർ വെരി സിമിലർ ടു ദി ചോള വൺസ്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ചില ടേംസും ടെർമിനോളജീസും ഒക്കെ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഓക്കെ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഈ പാണ്ഡ്യ ടെറിട്ടറി ഒരു പാണ്ഡ്യ മണ്ഡലം അല്ലെങ്കിൽ പാണ്ഡ്യ നാട് അങ്ങനത്തെയൊക്കെ പേര് വിളിക്കുമായിരുന്നു. പിന്നെന്താ, ഇപ്പം ഇതിനകത്തൊരു ടേം ഒക്കെ പറയുന്നുണ്ട്, ശാലഭോഗം. ശാലഭോഗം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വാസ് എ ലാൻഡ് അലോക്കേറ്റഡ് ടു ബ്രാഹ്മിൺസ്. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു ടേം ഉണ്ട്, ഭട്ടവൃത്തി. ഭട്ടവൃത്തി എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ബ്രാഹ്മിൺസിന് അവരുടെ ഇങ്ങനെ സംസ്കൃത് പഠനങ്ങൾക്കും വേദപഠനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുക്കുന്ന ടാക്സ് ഫ്രീ ആയിട്ടുള്ള ലാൻഡുകളാണ്. അപ്പം വെരി സിമിലർ ടു ദ ചോള അഡ്മിനിസ്ട്രേഷൻ. പക്ഷെ എന്ത് ചെയ്താൽ മതി, ഇങ്ങനത്തെ ചില അഡീഷണൽ ആയിട്ടുള്ള ചില ടേംസും ടെർമിനോളജീസും മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. പിന്നെ ഈ പാണ്ഡ്യ കിങ്ഡം വിസിറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ട്രാവലർ ഉണ്ട്. ആരാണ്? മാർക്കോ പോളോ. അപ്പോൾ ഇദ്ദേഹം ഒരു 1300s പാണ്ഡ്യ അല്ലെങ്കിൽ ലേറ്റ് 1200s അല്ലെങ്കിൽ 1300s ആ ഒരു ബോർഡർ പീരീഡിലാണ് ഇദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം പാണ്ഡ്യ കിങ്ഡം മാത്രമല്ല വിസിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്?
അല്ല, മാർക്കോപോളോ വിജയനഗര വിസിറ്റ് ചെയ്യുന്നില്ല, കാക്കാത്തിയ ഡൈനാസ്റ്റി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സാധനം എന്താണ്? മാർക്കോപോളോ വിസിറ്റഡ് പാണ്ഡ്യ കിങ്ഡം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഡൈനാസ്റ്റിയും കൂടി കാണും, കാക്കാത്തിയ ഡൈനാസ്റ്റി. എന്താണ് അത്? ആ, കറക്റ്റ്. അതെ. രുദ്രമാദേവി സിനിമ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ രുദ്രമാദേവി സിനിമ ഈസ് അബൌട്ട് വൺ ഓഫ് ദി അല്ലെങ്കിൽ ദ ഓൺലി വുമൻ റൂളർ ഇൻ കാക്കാത്തിയ ഡൈനാസ്റ്റി. നമ്മുടെ അനുഷ്ക ഷെട്ടി അല്ല, അനുഷ്ക ഷെട്ടിയാണ് അതിന്റെ നായിക, രുദ്രമാദേവിയായിട്ട് വരുന്നത്. അത് കാക്കാത്തിയ കിങ്ഡത്തിന്റെ സ്റ്റോറിയാണ്. അപ്പൊ മാർക്കോപോളോ വിസിറ്റ് ചെയ്തേക്കുന്ന ഒരു കിങ്ഡം പാണ്ഡ്യാസ് ആണ്, മറ്റേത് കാക്കാത്തിയാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് കാക്കാത്തി പാണ്ഡ്യാസ് എന്ന് പറയുമ്പോഴേക്കും പേൾസിന്റെ ഒരു ലാൻഡായിട്ടും, അതുപോലെ ഭയങ്കരമായിട്ട് യൂറോപ്പിൽ അല്ലെങ്കിൽ ഗ്രീക്ക് റോമൻ ഇങ്ങനത്തെ സാമ്രാജ്യവുമായിട്ടൊക്കെ വളരെയധികം ട്രേഡ് റിലേഷൻസ് ഉള്ള കപ്പലുകളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പോർട്ടുകളൊക്കെ ഉള്ളൊരു കൺട്രി ആയിട്ടൊക്കെയാണ് മാർക്കോപോളോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, പാണ്ഡ്യാസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, he also recorded the incidents of sati and polygamy in the Pandya territories. Okay, ഇനി ഇതുപോലെ ഈ ഡിക്ലൈൻ ഓഫ് ദ പാണ്ഡ്യാസ് കുറച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. അതായത് ഈ പാണ്ഡ്യാസിന്റെ ഡിക്ലൈൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു സിഗ്നിഫിക്കൻസ് കൂടെ ഉണ്ട്. ഇതാ, ഈ മാരവർമ്മൻ കുലശേഖര വൺ എന്ന് പറയുന്ന ആള് മരിച്ചു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായിരുന്നു. അപ്പം ദർ വാസ് എ ബാറ്റിൽ ഓഫ് സക്സഷൻ. അപ്പം ഈ അനിയനും ചേട്ടനും തമ്മിൽ ടെറിട്ടറിക്ക് വേണ്ടി, ഭരണത്തിന് വേണ്ടി തമ്മിൽ അടിയായി. അത് കഴിഞ്ഞ് എന്താ പറയാ, ഇതിനകത്ത് ഒരാള് ചേട്ടൻ പോയിട്ട് എന്ത് ചെയ്തു, ഹി റിക്വസ്റ്റഡ് ദി ഹെൽപ്പ് ഓഫ് ആരാണ്? അലാവുദ്ദീൻ ഖൽജി. അപ്പൊ ആ സമയത്ത് പാരലലി ഡൽഹിയിൽ ആരുണ്ട്? നമ്മുടെ അലാവുദ്ദീൻ ഖൽജി ഡൈനാസ്റ്റിയാണ് റൂൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, സക്സഷൻ ബാറ്റിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ആരോട് റിക്വസ്റ്റ് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ഒരു മകൻ എന്ത് ചെയ്തു, ഖൽജിയോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഖൽജി പറഞ്ഞു ഇപ്പം ശരിയാക്കി തരാം. ഖൽജി എന്ത് ചെയ്തു, ഖൽജി പുള്ളിയുടെ ഒരു സെറ്റ് ഓഫ് ആർമി എന്ത് ചെയ്തു, സൗത്ത് ഇന്ത്യയെ കീഴടക്കാൻ വേണ്ടി വിട്ടിരിക്കുമായിരുന്നു. അപ്പൊ മാലിക് കഫൂർ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ജനറൽ ഉണ്ട്, ഭയങ്കര ഏബിൾഡ് ആയിട്ടുള്ള മിടുക്കനായിട്ടുള്ള ഒരു ജനറലാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, സൗത്ത് ഇന്ത്യയിലോട്ടൊരു എക്സ്പെഡിഷൻ അയച്ചു. അപ്പം പോരുന്ന വഴിക്ക് കണ്ട എല്ലാ കിങ്ഡംസും അനക്സ് ചെയ്തു. അനക്സ് ചെയ്യുമല്ല, എല്ലാത്തിനെയും സബ്ജുഗേറ്റ് ചെയ്തു. ആര്? മാലിക് കഫൂർ. ആരൊക്കെയാണ് സബ്ജുഗേറ്റ് ചെയ്തത്? ഹൊയ്സാലാസ് ഓഫ് ദ്വാരസമുദ്ര, നമ്മുടെ പാണ്ഡ്യാസിനെ സബ്ജുഗേറ്റ് ചെയ്തു. പിന്നെ കാക്കാത്തിയാസ് ഓഫ് വാറങ്കൽ. പിന്നെ ആരെയാണ് സബ്ജുഗേറ്റ് ചെയ്യുന്നത്? വേറൊരു കിങ്ഡത്തെ കൂടി സബ്ജുഗേറ്റ് ചെയ്തു. നമ്മളത് കുറച്ച് കഴിയുമ്പോൾ കാണും. കറക്റ്റ്, യാദവാസ് ഓഫ് ദേവഗിരി. ഈ 4 കിങ്ഡമാണ്. അപ്പം നിങ്ങളത് 4 നോട്ട് ചെയ്ത് വെക്കണം. മാലിക് കഫൂറിന്റെ സദേൺ എക്സ്പെഡിഷനിൽ കോൺകർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സബ്ജുഗേറ്റ് ചെയ്യപ്പെട്ട ഏതൊക്കെ സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് ഉണ്ട്? ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ പാണ്ഡ്യാസ്. അപ്പൊ അങ്ങനെയാണ് പാണ്ഡ്യാസ് ഓഫ് മധുരൈ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ആ പാണ്ഡ്യ ടെറിട്ടറീസ് ആരുടെ കീഴിൽ വരുന്നത്? ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിൽ വരുന്നത്. പാണ്ഡ്യാസ് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാക്കാത്തിയാസ്, പിന്നെ യാദവാസ് ഓഫ് ദേവഗിരി, പിന്നെ ഏതാണ്? ഹൊയ്സാലാസ്. ഈ ഇത്രയും 4 സദേൺ കിങ്ഡംസിനെയും കൂടി അവിടെ അലാവുദ്ദീൻ ഖൽജിയുടെ ജനറൽ മാലിക് കഫൂർ സബ്ജുഗേറ്റ് ചെയ്തു. അപ്പൊ അത് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളതുകൊണ്ട് പാണ്ഡ്യാസിന്റെ ഡിക്ലൈൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത് ഇങ്ങനെയായിരിക്കും, ഏത് കിങ്ഡമാണ് അല്ലെങ്കിൽ ഏത് കിങ്ഡത്തിന്റെ ഡിക്ലൈനാണ് സൗത്ത് ഇന്ത്യൻ ടെറിട്ടറീസ് മുസ്ലിം റൂളിന് കീഴിലേക്ക് വരാൻ കാരണമായത്? അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ആ കോണ്ടെക്സ്റ്റിലാണ് ഇത് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനാണ്. അതായത് നമ്മളിപ്പം പറഞ്ഞത് എന്താണ്, പിന്നെ ഇമ്പീരിയൽ ചേരാസിനെ കുറിച്ച് നമുക്ക് അധികം ഇൻഫർമേഷൻ ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇമ്പീരിയൽ ചേരാസിനെ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ ഇമ്പീരിയൽ ചോളാസും ചേരാസും പാണ്ഡ്യാസും നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഒന്നുകിൽ അവരുടെ പാരലലായിട്ട് ചെറിയ കിങ്ഡംസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ ഡിക്ലൈൻ ചെയ്ത ഗ്യാപ്പിൽ കയറി വന്ന ചില ഡോമിനന്റ് കിങ്ഡംസ് ഉണ്ട്. അങ്ങനെ ഒരു 3-4 കണ്ടംപററീസിനെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ അതർ പ്രോമിനന്റ് സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റീസ് റഫ്ലി ഒരു എന്താ പറയുക, ഒരു 11th century 12th century 13th ആ ഒരു പീരീഡിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്?
ഓക്കെ. അപ്പം ഒത്തിരി ഒന്നും ഇവരെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, ജസ്റ്റ് അവരെക്കുറിച്ചുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് മാത്രം നോക്കി വെച്ചാൽ മതി. ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഏതാണ്, ഹൊയ്സാലാസ് ഓഫ് ദ്വാരസമുദ്ര. ഇവരുടെ ടൈം പീരീഡ് ഏകദേശം ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കിക്കേ, 1050 മുതൽ 1355 വരെയാണ്. ഓക്കെ. അപ്പം ഇവരുടെ പീരീഡിൻ്റെ ഏതാണ്ട് ഒരു 1320കൾക്കൊക്കെ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, 1320കൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയുടെ ആ മാലിക് കഫൂർ ഞാൻ പറഞ്ഞില്ല ഹൊയ്സാല കിങ്ഡം അനക്സ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ല, അത് ഈ ഒരു പീരീഡാണ്. റഫ്ലി 20s ആ ഒരു പീരീഡിലാണ് ഇവർ അനക്സ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. അപ്പം എന്തായാലും ഹൊയ്സാലാസ് ഓഫ് ദ്വാരസമുദ്ര, അപ്പം ഇവരുടെ ക്യാപിറ്റലിൻ്റെ പേരെന്താണ്, ഹാലേബിഡു, ഓക്കെ, അല്ലെങ്കിൽ ബേലൂർ എന്ന് പറയും. അപ്പം ഈ രണ്ട് പേരും ഒക്കെ പഠിച്ചു വെക്കണം. ഹൊയ്സാലാസ് ഓഫ്, അപ്പം ഈ റീജിയനെയാണ് നമ്മൾ ദ്വാരസമുദ്ര എന്ന് പറയുന്നത്. ആൻഡ് ദർ ക്യാപിറ്റൽ വാസ് ഹാലേബിഡു. ഓക്കെ. ഇനി നമ്മൾ ഈ ഹൊയ്സാലയെ കുറിച്ച് പറയുമ്പം സാല എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. മറ്റ് ഭയങ്കര ഇൻഫർമേഷനൊന്നും ഇല്ല. പിന്നെ നമ്മൾ ശരിക്കും ഹൊയ്സാലാസിനെ കുറിച്ച് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ അവരുടെ കോൺട്രിബ്യൂഷനാണ് അല്ലേ. ആ വെസറ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചറിനെ വേറെ ലെവലിലേക്ക് ഉയർത്തിയ ആളുകളാണ് ആര്, ഹൊയ്സാലാസ് എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക, ദ്രാവിഡ സ്റ്റൈലും നഗര സ്റ്റൈലിൻ്റെ മിക്സാണ്. അത് കൂടാതെ ഇവരും വേറെ കുറച്ച് അഡീഷൻസ് ഒക്കെ ചെയ്ത് അതിനൊരു യുണീക്ക് സ്റ്റൈലായിട്ട് തന്നെ ഇവർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ ഹൊയ്സാല ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് എന്താ പറയുക, സ്റ്റാർ ഷേപ്ഡ് പ്ലാറ്റ്ഫോമിലേക്കാണ്, സ്റ്റെല്ലൈറ്റ് പ്ലാൻ നമ്മൾ പറയും അല്ലേ. സ്റ്റാർ ഷേപ്ഡ് പ്ലാറ്റ്ഫോമിലാണ് ഇവർ എന്ത് നിർമ്മിക്കുക, ടെമ്പിൾസ് നിർമ്മിച്ചു വെക്കുക. നല്ല രസമാണ് കാണാൻ അല്ലേ. അപ്പം ഹൊയ്സാലാസിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു യുണീക്ക് വെസറ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ മേക്കിംഗ് ആണ്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇവരുടെ റിലീജിയൻ ഒക്കെ എന്താന്ന് നോക്കുവാണെങ്കിൽ ദേ പാട്രണൈസ്ഡ് ശൈവിസം, വൈഷ്ണവിസം ആൻഡ് ജൈനിസം. പിന്നെ ദേ ഓൾസോ പാട്രണൈസ്ഡ് കന്നഡ ആൻഡ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിച്ചാൽ മതി. പിന്നെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദ സ്റ്റാർ ഷേപ്ഡ് പ്ലാറ്റ്ഫോം. അപ്പം മെയിൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോമിനൻറ്റ് ഏതൊക്കെയാണ് ടെമ്പിൾസ്, ചെന്നകേശ്വര ടെമ്പിൾ, ഹൊയ്സാലേശ്വര ടെമ്പിൾ, കേശവ ടെമ്പിൾ അറ്റ് സോമനാഥപുരം. ഇത് മൂന്നും നിങ്ങൾ പഠിക്കണം. ഇൻഫാക്റ്റ് മാപ്പിലൊക്കെ അതിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ. ഇനി ഞാൻ എന്താ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റാർ ഷേപ്ഡ് പ്ലാറ്റ്ഫോം നമ്മൾ പറയില്ലേ, ഈ ബേലൂർ ടെമ്പിളിൻ്റെ ഒരു ഇതാണ്. കണ്ടോ നിങ്ങൾ ഇതിൻ്റെ, കണ്ടോ ആ പ്ലാറ്റ്ഫോം കണ്ടോ. അത് നമ്മൾ ഇപ്പോൾ ഇത് ടോപ്പ് ഷോട്ട് എടുക്കുവാണെങ്കിൽ മോളിൽ നിന്ന് നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ സ്റ്റാർ ഷേപ്പ് കാണാൻ പറ്റും. ഓക്കെ. അപ്പം അതാണ് അവരുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സാധനം, സ്റ്റെല്ലൈറ്റ് പ്ലാൻ. ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാക്കാത്തിയ കിങ്ഡം ആണ്, കാക്കാത്തിയസ് ഓഫ് വാറങ്കൽ. അതായത് ഇന്നത്തെ പാർട്സ് ഓഫ് തെലങ്കാന, ആന്ധ്രാപ്രദേശിൻ്റെ ഒക്കെ റീജിയൻസ് ആണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം ഈ ചോളാസും പാണ്ഡ്യാസും ഒക്കെ ഡിക്ലൈൻ ആയപ്പോഴേക്കും ആ ഗ്യാപ്പിൽ കയറി വന്നൊരു കിങ്ഡം ആണ് എന്ത്, കാക്കാത്തിയസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ട്രാവലർ വിസിറ്റ് ചെയ്തിരുന്നു, ആരാണ്, മാർക്കോ പോളോ വിസിറ്റ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നോക്കൂ, ഇസ്ലാമിക് ഇൻവേഷൻ സംഭവിക്കുന്ന എപ്പോഴാണ്, അലാവുദ്ദീൻ ഖിൽജിയുടെ മാലിക് കഫൂർ എന്ത് ചെയ്തു, കാക്കാത്തിയസ് ഓഫ് വാറങ്കലിനെ ഈ ഒരു 1310s ഇൻവേഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടറായിട്ട് പറയുന്നത് രുദ്രദേവ അല്ലെങ്കിൽ പ്രതാപരുദ്ര എന്ന് പറയുന്ന ഒരു റൂളറാണ്. പിന്നെ അതുപോലെ മറ്റ് റൂളേഴ്സ് എന്ന് പറയുന്നത് ഗണപതി ദേവ, അതുപോലെ മൂന്നാമത്തെ റൂളറാണ് റാണി രുദ്രമദേവി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമ, അനുഷ്ക ഷെട്ടിയുടെ സിനിമ റാണി രുദ്രമദേവി. പിന്നെ ഈ മോട്ടുപ്പള്ളി, ഇത് എന്താണ് മോട്ടുപ്പള്ളിയുടെ പ്രത്യേകത, കാക്കാത്തിയസിൻ്റെ പോർട്ടാണ് മോട്ടുപ്പള്ളി. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. നമുക്കറിയാം എപ്പോഴും ഇവർ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. പോർട്ട്സ് ഈസ്റ്റേൺ കോസ്റ്റിൽ ഏതൊക്കെയാണ്, വെസ്റ്റേൺ കോസ്റ്റിൽ ഏതൊക്കെയാണ്, ഏൻഷ്യൻ പീരീഡിലെ പോർട്ട്, മിഡീവൽ പീരീഡിലെ പോർട്ട്, ഇതൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ മോട്ടുപ്പള്ളി വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർട്ട് ഓഫ് ദി കാക്കാത്തിയാസ്. ഓക്കെ. ഇനി അപ്പം നിങ്ങളിപ്പോൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യത്തില്ലേ, ഇപ്പോൾ ഏൻഷ്യൻ മെഡീവൽ പഠിച്ചു കഴിഞ്ഞ് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പം ചില അഡീഷണൽ നോട്ട്സ് ഉണ്ടാക്കണം. ഇപ്പം ഏൻഷ്യൻ പോർട്ട്സ് ഒരു ഇന്ത്യയുടെ റഫ് ഒരു ഇതുപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യണം,
നിങ്ങൾ ആ ഏൻഷ്യൻ പീരീഡിലെ പോർട്സ് അടയാളപ്പെടുത്തി വെക്കണം, മാർക്ക് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഏൻഷ്യൻ മിഡീവലും കൂടി കമ്പൈൻ ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക ഇത്, എന്നിട്ട് ബ്രാക്കറ്റ് വേണമെങ്കിൽ ഇപ്പോൾ ഏത് കിങ്ഡത്തിൻ്റെ പോർട്ടായിരുന്നു. അപ്പോൾ മൊട്ടുപ്പള്ളി വരുമ്പോൾ ഒരിക്കലും ചോളാന്ന് വരത്തില്ല അല്ലേ. അപ്പോൾ ഇൻഫാക്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നാലും യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. മൊട്ടുപ്പള്ളി എന്ന് പറയുന്നത് ആരുടെ പോർട്ടായിരുന്നു? കാക്കാത്തിയസിൻ്റെ പോർട്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഇനി വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത്, കോഹിനൂർ ഡയമണ്ട് ശരിക്കും ഈ എന്താ പറയുക, ഗോൽക്കൊണ്ട മൈൻസ് എന്ന് പറയുന്നത് കാക്കാത്തിയസിൻ്റെ ടെറിട്ടറിക്കകത്തുള്ള ഒരു പ്രധാനപ്പെട്ട മൈനായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കോഹിനൂർ ഡയമണ്ട് മൈൻ ചെയ്തെടുക്കുന്നത് ഏത് പീരീഡിലാണ്? കാക്കാത്തിയസിൻ്റെ പീരീഡിലാണ്. പക്ഷേ മൈൻ ചെയ്തെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി? അലാവുദ്ദീൻ ഖിൽജിയുടെ ആളവിടെ വന്നു, മാലിക് കഫൂർ ഇൻവേഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഒരു വഴിക്ക് വന്നതല്ലേ, അപ്പോൾ പിന്നെ കോഹിനൂറും കൂടി അടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു? അപ്പം തന്നെ കോഹിനൂർ ആരുടെ കയ്യിലേക്ക് പോയി? അലാവുദ്ദീൻ ഖൽജിയുടെ കയ്യിലേക്ക് പോയി അല്ലേ. ഇപ്പം അത് ആരുടെ കയ്യിലായിരിക്കുന്നത്? ബ്രിട്ടീഷ് കിങ്ങിൻ്റെ അവരുടെ ആ കിരീടത്തിനകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കേണ്ട, എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈ കാക്കാത്തിയ ആർക്കിടെക്ചർ ഈസ് വെരി ഫേമസ് ആൻഡ് ഇൻഫാക്റ്റ് നമ്മുടെ യുനെസ്കോയുടെ ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ദ രുദ്രേശ്വര ടെമ്പിൾ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് 1000 Pillars ടെമ്പിൾ. അപ്പോൾ അത് പഠിച്ചു വെക്കണം, രുദ്രേശ്വര ടെമ്പിൾ. പിന്നെ രാമപ്പ ടെമ്പിൾ. ഈ രാമപ്പ ടെമ്പിളിന് ഒരു പ്രത്യേകതയുണ്ട്. സാൻഡ് ബോക്സ് ടെക്നിക് ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. ആണോ? കൺസ്ട്രക്ട് ചെയ്ത ആളുടെ പേരിലാണ്. അതായത് അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ ടെമ്പിൾസ് ഒന്നും അധികം കൺസ്ട്രക്ട് ചെയ്ത ആളുകളുടെ പേരിലില്ല. അപ്പോൾ രാമപ്പ ടെമ്പിൾ എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്ത മെയിൻ ആളില്ലേ, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആർക്കിടെക്റ്റ്, അദ്ദേഹത്തിൻ്റെ പേരിലാണിത് അറിയപ്പെടുന്നത്. പിന്നെ വാറങ്കൽ ഫോർട്ട്, ഇതെല്ലാം എന്താണ്? യുനെസ്കോയുടെ ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഏതൊക്കെയാണ് കാക്കാത്തിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 കാക്കാത്തിയ ആർക്കിടെക്ചർ, അല്ലെങ്കിൽ അത് ഏത് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയുടെ സമയത്താണ്, നിങ്ങളത് ഒന്ന് മാച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെക്കണം. ഓക്കെ, അപ്പം കാക്കാത്തിയസിൻ്റെ അടുത്ത് നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? മുസ്ലിം റൂൾ ഇൻ ഇന്ത്യ ആണ്. അപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് 712 എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ടെറിട്ടറി ഒരു മുസ്ലിം റൂൾ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു ടെറിട്ടറിയുടെ പാർട്ടാവുന്നു അല്ലേ, നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ ആണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ പറയുക, അറബ്സ് ആദ്യമായിട്ട് ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നത് 712 AD. അപ്പം അതിൻ്റെ ഒരു റീസൺ ഒക്കെ നിങ്ങൾക്ക് അറിയാവോ? എന്തുകൊണ്ടാണ് ഇൻവേഡ് ചെയ്യുന്നത് എന്ന് ചെറിയൊരു സ്റ്റോറി അറിയാവോ? അതെ അതെ അതെ, ഓൺലൈനിൽ ഒരാൾ പറഞ്ഞു. അതായത് സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇപ്പം ഒരു ഇറാഖിലെ ഒരു കിങ്, അദ്ദേഹത്തിൻ്റെ കപ്പൽ ചരക്കുകൾ ഇങ്ങനെ ഇന്ത്യൻ ടെറിട്ടറീസിലൂടെ അല്ലെങ്കിൽ ഇന്ത്യൻ പോർട്സിലൂടെയൊക്കെ അതിങ്ങനെ ശ്രീലങ്കയിൽ നിന്ന് എങ്ങാണ്ട് വരുന്നൊരു കപ്പലാണ്, പുള്ളിയുടെ കപ്പലായിരുന്നു. പുള്ളിക്ക് വേണ്ടി കൊണ്ടുവരുന്ന കുറേ പുള്ളിയുടെ ടെറിട്ടറീസിലേക്കുള്ള സാധനങ്ങളാണ്. അപ്പം അതിങ്ങനെ ഈ ഇറാഖിൽ എത്തുന്നതിന് മുന്നേ നമ്മുടെ ഈ പാകിസ്ഥാൻ്റെ കറാച്ചി പോർട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തിയപ്പോഴേക്കും, ആ പോർട്ടിൻ്റെ പേര് ദബോൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ആ പോർട്ടിൽ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ കുറേ പൈറേറ്റ്സ് ഇറങ്ങി ഇവരുടെ ഈ രാജാവിൻ്റെ കുറേ സാധനങ്ങൾ നശിപ്പിക്കുന്നുണ്ട്, അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇറാഖിലെ രാജാവ് അന്നത്തെ നമ്മുടെ ഈ സിന്ധ് റീജിയണിൻ്റെ റൂളറോട് പറയുന്നുണ്ട്, എന്ത്, നിങ്ങൾ ഈ പൈറേറ്റ്സിനെതിരെ തക്കതായ ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്നത്തെ ആ രാജാവിൻ്റെ പേര് രാജാ ദാഹിർ എന്നാണ്. ഓക്കെ, അപ്പം രാജാ ദാഹിർ എന്ത് ചെയ്യുന്നു? അതധികം മൈൻഡ് ചെയ്യുന്നില്ല, പുള്ളി ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. പക്ഷെ പിന്നീടും പുള്ളിയുടെ ഈ രാജാവിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ ഇതുപോലെ പൈറേറ്റ്സ് നശിപ്പിക്കുകയും അടിച്ചു മാറ്റുകയൊക്കെ ചെയ്തപ്പം പുള്ളി എന്ത് ചെയ്യുന്നു? അതിൽ ദേഷ്യം വന്നിട്ടാണ് പുള്ളി എന്ത് ചെയ്യുന്നത്? മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ജനറലിൻ്റെ നേതൃത്വത്തിലേക്ക് ഒരു ആർമിയെ എങ്ങോട്ട് അയക്കുന്നത്? ഇന്ത്യയിലേക്ക് അയക്കുന്നത്. എന്തിനാണ്?
രാജാ ദാഹിറിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ. കാര്യം മര്യാദയ്ക്ക് പറഞ്ഞല്ലോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്, പക്ഷെ പുള്ളി അത് ചെയ്തില്ല. അപ്പം എന്ത് ചെയ്യുന്നു, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് രാജാ ദാഹിറിനെ ഒന്ന് കാണാൻ വേണ്ടി വിടുന്നതാണ് ആര്, മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ജനറലിനെ. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു, 712 എന്ത് ചെയ്യുന്നു, മുഹമ്മദ് ബിൻ കാസിമാണ് സിന്ധിലേക്ക് വരുന്നതും ആ ടെറിട്ടറീസിലെ രാജാ ദാഹിറുമായിട്ട് യുദ്ധം ചെയ്യുന്നതും. യുദ്ധം ചെയ്തപ്പം ആ യുദ്ധത്തിന്റെ പേരെന്താണ്? ബാറ്റിൽ ഓഫ് റോവർ. ബാറ്റിൽ ഓഫ് റോവർ എന്നാണ് ഇതിന്റെ പേര്. അപ്പം നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കുക, പേര് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ്, AD 712 മുഹമ്മദ് ബിൻ കാസിം രാജാ ദാഹിറുമായിട്ട് ചെയ്യുന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് റോവർ. ഓക്കെ, ആൻഡ് ഇൻ ദാറ്റ് ബാറ്റിൽ ആര് തോൽക്കുന്നു, രാജാ ദാഹിർ തോൽക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ടെറിട്ടറീസിന്റെ ഭാഗമായിട്ടുള്ള സിന്ധ് കംസ് അണ്ടർ അറബ് കൺട്രോൾ. അപ്പം അവിടെ എന്തില്ല, അവിടെ ഒരു അറബ് റൂളൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് സിന്ധ് ഈസ് നൗ അണ്ടർ ദി കൺട്രോൾ ഓഫ് ദിസ് ഈ ഒരു എന്താ പറയുക, മുഹമ്മദ് ബിൻ കാസിമിന്റെ അദ്ദേഹത്തിന്റെ റൂളറിന്റെ ഒരു കൺട്രോളിലായി എന്ന് മാത്രം. ഓക്കെ, അപ്പം ആ ആ അതായത് ഇപ്പൊ ഇത് സംഭവിക്കുന്ന 712 നമ്മൾ അന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത നാഗഭട്ട 1 റെസിസ്റ്റ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 730 AD അങ്ങനെ ആ ഒരു റഫ്ലി ആ പീരീഡ് ആണ്. അപ്പം ഈ 712 AD ശേഷം ക്രമേണ ചെറിയ രീതിയിലൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ചെറിയ ടെറിട്ടറീസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു എക്സ്പാൻഷനാണ് ആര് കൺട്രോൾ ചെയ്യുന്നത്, നാഗഭട്ട 1 ഓഫ്, നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തില്ലേ ഗുർജറ പ്രതിഹാരാസിന്റെ നാഗഭട്ട 1 അതിനെ റെസിസ്റ്റ് ചെയ്തായിരുന്നു. അത് ഈ കോണ്ടെക്സ്റ്റിലാണ്, ഇതിന് ശേഷമാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഇൻകേർഷൻസ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ, അല്ലാതെ ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ നോക്കണ്ട. അപ്പം ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഒരു കോൺക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിന്ധിൻ്റെ എന്താ പറയുക, ഒരു സിന്ധിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഇക്കോണമിയും അതിൻ്റെ ഒരു നോർമൽ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യപ്പെട്ടു. കുറേ അധികം മുസ്ലിംസ് സിന്ധിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. പക്ഷെ എന്നാൽ താമസിക്കാൻ തുടങ്ങി, അപ്പോൾ അവരൊരു എന്താ പറയുക, ഏലിയൻസ് ആയിട്ടൊന്നും അല്ല, അവരവിടെ നാച്ചുറലൈസ് ചെയ്ത് അവിടുത്തെ ആളുകളായിട്ട് മാറി അവിടെ വിവാഹം കഴിക്കുകയും ജീവിക്കുകയും അങ്ങനെ അങ്ങ് അവരുടെ ലൈഫ് അങ്ങ് തുടർന്നു. അപ്പം എന്ത് ചെയ്തിട്ടില്ല, കോൺക്വർ ചെയ്ത് അതിനെ സബ്ജുഗേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഒരു നോമിനൽ കൺട്രോൾ ഉണ്ട്, പ്ലസ് മെനി മുസ്ലിം സ്റ്റാർട്ടഡ് ടു കം ആൻഡ് സെറ്റിൽ ഓവർ ദെയർ. ആ ഒരു കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, എ ലാർജ് നമ്പർ ഓഫ് people and Muslim merchants came from they fled from Sindh and many Muslims came and settled in Sindh region. Okay, അതുപോലെ Qasim had conquered the major portion of Sindh up to the lower Punjab. His rule lasted only for 2 years. എങ്കിലും അതിനുശേഷമാണെങ്കിലും മുഹമ്മദ് ബിൻ കാസിം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോയി. എന്നാലും അതിനുശേഷം കുറേ അധികം മുസ്ലിംസ് സിന്ധ് റീജിയനിലൊക്കെ വന്ന് താമസിക്കാൻ തുടങ്ങി. അതാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലോട്ടാണ് പോകുന്നത്. അതായത് എന്താണ്, അപ്പം ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട അറബ് അല്ലെങ്കിൽ മുസ്ലിം ഇൻവേഷൻസ് എപ്പോഴാണ്, ഗസ്നിയുടെ ഇൻവേഷനും പിന്നെ ഗോറിയുടെ ഇൻവേഷനും ഒക്കെയാണ്. അപ്പം നമ്മൾ നേരെ 712 ആദ്യമായിട്ടൊരു ഇൻവേഷൻ നടക്കുന്നത്. പക്ഷേ നമ്മൾ അല്ലാതെ എന്താണ്, ഇപ്പം നമ്മൾ പഠിച്ച് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 1000 AD ആ പ്രദേശത്തേക്ക് എത്തി, ആ ഒരു ടൈം ഫ്രെയിമിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ പാലാസ്, പ്രതിഹാരാസ് ഇവരൊക്കെ ഡിക്ലൈൻ ചെയ്ത് വരുന്ന ഒരു സമയമാണ് ഏകദേശം. അപ്പം നമ്മളിപ്പം സൗത്ത് ഇന്ത്യയിലായിരുന്നു, തൽക്കാലം നമ്മളൊന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു 1000 AD, ആ 1000 AD അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ നോർത്ത് ഇന്ത്യയിൽ, ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നായിരുന്നു. ദർ വെർ മെനി രജ്പൂത് കിങ്ഡംസ്. വലിയ ടെറിട്ടറീസ് ഒന്നും ഇല്ല, എങ്കിലും മെനി രജ്പൂത് റൂളേഴ്സ് വെർ ദെയർ ഇൻ ഇന്ത്യ. അപ്പോൾ ആരൊക്കെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട രജ്പൂത് റൂളേഴ്സ് ആരൊക്കെയാണ്, ദ ചൗഹാൻസ് ഓഫ് അജ്മീർ. ഓക്കെ, അപ്പോൾ അവർ രാജസ്ഥാൻ്റെ റീജിയൻസിലാണ്. ദ തോമരാസ് ഓഫ് ഡൽഹി. ഓക്കെ, പിന്നെ പരാമരാസ് ഓഫ് മാൽവ റീജിയൻ. ഓക്കെ, പിന്നെ ഘടാവലാസ് ഓഫ് കനൗജ്, പിന്നെ ചണ്ടേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡ്. ഓക്കെ, പിന്നെ അതുപോലെ വേറെ 1-2 ചെറിയ
രജ്പുത് കിങ്ഡംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടോ, ഇവരുടെ ഒരു ടെറിട്ടറീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ തൊമരാസ് ഇവിടെ, നമ്മുടെ ചൗഹാൻസ് ഈ ഭാഗത്തായിട്ട് വരും, പരാമരാസ് ഓഫ് മാൽവ ഇവിടെ വരും, ചണ്ടേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡ് ഇവിടെ വരും, ഗഡാവലാസ് ഓഫ് കനൗജ് ഇങ്ങനെ വരും. കണ്ടോ, ചെറിയ ചെറിയ ടെറിട്ടറീസിലായിട്ട് അവരിങ്ങനെ ചിന്ന ഭിന്നമായിട്ട് നിൽക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഇവിടെ അപ്പം എന്തുകൊണ്ടപ്പം മുസ്ലിം ഇൻവേഷൻ അല്ലെങ്കിൽ അപ്പം നോക്കി ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ട് അല്ലെങ്കിൽ നോർത്തും നോർത്ത് വെസ്റ്റും എന്ത് ചെയ്തിട്ടില്ല, ഒരു സിംഗിൾ അതോറിറ്റിയുടെ കീഴിൽ യുണൈറ്റഡ് അല്ല. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് വാസ് ദ വീക്ക്നെസ് ഫോർ ദീസ്, അല്ലെങ്കിൽ എന്താണ്, ഇത് തന്നെയായിരുന്നു പ്രധാനമായിട്ട് അവരുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആ മൗര്യൻസ് പഠിച്ചപ്പോഴും ഗുപ്താസ് പഠിച്ചപ്പോഴും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മൗര്യൻസിന്റെ പീക്ക് ടൈമിലൊക്കെ എന്താണ്, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയേഴ്സ് വെയർ ഹെവിലി ഗാർഡഡ്. നമ്മൾ എന്തെങ്കിലും ഇൻവേഷൻസ് കണ്ടോ മൗര്യൻസിന്റെ പീക്ക് ടൈമിൽ? അതുപോലെ ഗുപ്താസിന്റെ പീക്ക് ടൈമിൽ നമ്മൾ ഇൻവേഷൻസ് കണ്ടിട്ടില്ല. പക്ഷെ എപ്പോഴാണോ ആ ഇത് വീക്ക് ആവുന്നത്, അപ്പം ഇറ്റ് ഈസ് ഈസി ഫോർ ദി ഇൻവേഡേഴ്സ് ടു കം ആൻഡ് റൂൾ, അല്ലേ? അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മളുടെ ടർക്കിഷ് ഇൻവേഷൻസ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ഓക്കെ, ആ ചോദിച്ചോ. ഹലോ, കേൾക്കുന്നില്ലല്ലോ. ഹലോ ഹലോ, കേൾക്കാമോ? ഇത് പോയോ? ഹലോ, ഓ ആള് സംസാരിക്കും. ഓക്കെ ഓക്കെ, അപ്പം ആ ഒരു നമ്മൾ വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ടർക്കിഷ് ഇൻവേഷൻസ് ഇന്ത്യയിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമുക്കറിയാം, ആദ്യമായിട്ട് ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്ന ആളാരാണ്, മുസ്ലിം റൂളർ ആരാണ്? സുൽത്താൻ മഹ്മൂദ് ഗസ്നിയാണ്. അപ്പൊ അദ്ദേഹം എവിടുത്തെ രാജാവായിരുന്നു? ഗസ്നാവിഡ് എംപയറിന്റെ രാജാവായിരുന്നു. അപ്പൊ ഗസ്നി എന്ന് പറയുന്ന റീജിയൻ എവിടെയാണ് ഇപ്പോൾ? അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അല്ലെങ്കിൽ നമ്മുടെ ടെറിട്ടറീസിന് തൊട്ടടുത്താണ്. അപ്പൊ ഇറ്റ് ഈസ് ഈസി ഫോർ ഹിം ടു കം ആൻഡ് പ്ലണ്ടറസ്. അപ്പം മഹമ്മൂദ് ഗസ്നിയുടെ ഇൻവേഷൻസ് നടക്കുന്നത് ഏതാണ്ട് ഒരു 1001 1027 ഒക്കെ ഇടയിലാണ്. അപ്പോൾ ഒരു റഫ്ലി ഒരു 10-25 കൊല്ലം പുള്ളി ഇന്ത്യയെ 17 തവണ ഇൻവേഡ് ചെയ്തു. അപ്പൊ ഇൻവേഡ് ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടെറിട്ടറി കൈക്കലാക്കാനോ അല്ലെങ്കിൽ ഒരു ടെറിട്ടറിയെ റൂൾ ചെയ്യാനൊന്നും ആയിരുന്നില്ല. പുള്ളിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ജസ്റ്റ് ഇന്ത്യ ഈസ് സച്ച് എ റിച്ച് ആൻഡ് വെൽത്തി ടെറിട്ടറി, എന്ത് ചെയ്യുക, അത് പ്ലണ്ടർ ചെയ്തുകൊണ്ട് പോവുക, അതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. എന്താ പറഞ്ഞോളൂ. എന്താ പറഞ്ഞു? ഓക്കെ ഓക്കെ, എടാ, അതായത് ഈ രജപുത്രന്മാരെ എങ്ങനെയാണ് ഒറിജിൻ ചെയ്യുന്നതെന്ന് ഇതുണ്ട്. അപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഇവര് അഗ്നികുല അല്ലെങ്കിൽ ഇങ്ങനെ സൂര്യൻ, ചന്ദ്രൻ, അങ്ങനെ ആ ഒരു ലീനേജസ് ആണ് അവർക്ക് കൊടുക്കുക. അതായത് ഇത്രേ ഉള്ളൂ. രജപുത്രൻ എന്ന് പറയുന്നത് ബേസിക്കലി ക്ഷത്രിയരാണ്, വാരിയർ ക്ലാസ് ആണ്. അപ്പൊ അതിൽ തന്നെ ചിലർ ഇങ്ങനെ സൂര്യകുലം, ചന്ദ്രകുലം അല്ലെങ്കിൽ അഗ്നികുലം, അങ്ങനത്തെ ചില ലീനേജസ് അവർക്ക് അസൈൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിങ്ങനെ ചില ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിലും ബുക്സിലും ഒക്കെ ഇങ്ങനെ പറയപ്പെടുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് വേറെ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. അതുപോലെ ഇപ്പം ഏതൊക്കെയോ ചില ടെക്സ്റ്റുകളിൽ ചോളാസിനും പാണ്ഡ്യാസിനും ചേരാസിനും ഇങ്ങനത്തെ ചില ലീനേജസ് അസൈൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചോളാസ് സണ്ണായിട്ടും സണ്ണിന്റെ ലീനേജും, പാണ്ഡ്യാസിന് മൂണും, പിന്നെ ചേരാസിന് വേറെ എന്തോ ഒരു ലീനേജുമാണ്, അങ്ങനെ എന്തൊക്കെയോ. അത് ജസ്റ്റ് ഇവരുടെയൊക്കെ ഒരു ലെജിറ്റിമസി ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇവർ പറയുന്നത്. ഇപ്പം അങ്ങനെയൊക്കെ ഞാൻ ഇന്ന അടുത്തുനിന്നാണ് അല്ലെങ്കിൽ ഇന്ന ഫാമിലിയിൽ നിന്നാണ്, ഇന്ന കാസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പം ചില ആളുകൾ എന്താ അതിൽ നിന്നൊരു എന്തോ ഒരു സുപ്പീരിയോറിറ്റിയോ ലെജിറ്റിമസിയോ ക്ലെയിം ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഇന്ന കാസ്റ്റിലാണ്, ഇന്ന ആളാണെന്നൊക്കെ പറയുന്നത്, അത്രേ ഉള്ളൂ. അതുപോലെ ഇവരുടെ ഒരു ലെജിറ്റിമസി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഓരോ ലീനേജസ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടർക്കിഷ് ഇൻവേഷൻസ് ആണ്. അപ്പൊ റഫ്ലി ഒരു 1001 മുതൽ 1027 ഒരു ക്വാർട്ടർ പീരീഡിലേക്ക് ഇദ്ദേഹം നമ്മളെ ഇൻവേഡ് ചെയ്തു. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്തല്ല, കോൺക്വർ ചെയ്ത് ഭരിക്കുക എന്നുള്ളതല്ല. എന്തായിരുന്നു? മാക്സിമം പൈസയും രത്നങ്ങളും അല്ലെങ്കിൽ വെൽത്ത് എന്ത് ചെയ്യുക, ഇവിടുന്ന് അടിച്ചോണ്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹി ഇൻവേഡഡ് ഇന്ത്യ 17 ടൈംസ്. ലാസ്റ്റ് ഒരു 1025 ദ ഫേമസ് ഗുജറാത്തിലുള്ള
സോംനാഥ് ടെമ്പിൾ എന്ത് ചെയ്യുന്നത്, ലൂട്ട് ചെയ്യുന്നത് അല്ലേ, അത് പ്ലണ്ടർ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം കാരണം എന്ന് വെച്ചാൽ ഗസ്നിക്ക് സംബന്ധിച്ച് ഗസ്നിയുടെ ഇൻട്രസ്റ്റ് എന്താ പറയുക ഇറാൻ സൈഡ് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യ അങ്ങനെ ആ റീജിയൻസ് ആണ് പുള്ളിക്ക് ഇഷ്ടം. ഇന്ത്യ എന്ന് പറയുന്നത് പുള്ളിക്ക് താല്പര്യമുള്ള ടെറിട്ടറി ആയിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ റിച്ചസ് വെൽത്ത് പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്തു, അങ്ങോട്ടേക്കുള്ള പുള്ളിയുടെ എക്സ്പെഡിഷൻസിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഫണ്ട് കളക്ട് ചെയ്യണം. അതിനാണ് ഇവിടെ വന്ന് പുള്ളി ലൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഗസ്നിയുടെ ഇൻവേഷൻ്റെ ഉദ്ദേശം. അപ്പം ഈ ഗസ്നി ഏകദേശം 1027 അതിനൊക്കെ ശേഷം പുള്ളി പിന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗസ്നാവിഡ് എംപയറിന്റെ കീഴിലായിരുന്നു ഘുരിദ് എംപയർ ഉണ്ടായിരുന്നത്. ഓക്കെ, ഘുരിദ് എംപയർ. ഓക്കെ, അപ്പോൾ ഇവരും ഒരു അഫ്ഗാൻ ബേസ്ഡ് ആയിട്ട് ചെറിയ ഒരു ടെറിട്ടറിയിലൊക്കെ നിൽക്കുമായിരുന്നു, ഗസ്നാവിഡ്സിന്റെ കീഴിലായിരുന്നു. പക്ഷേ ഗസ്നി മരിച്ചതോടുകൂടി എന്ത് ചെയ്തു, ഘുരിദ്സ് ബിക്കെയിം പ്രോമിനന്റ് ഇൻ ദി അഫ്ഗാൻ റീജിയൻ. അപ്പോൾ ഈ ഘുരിദ് ഡൈനാസ്റ്റിയിൽ നിന്നാണ് നമ്മൾ ആരെ കാണുന്നത്, മുഹമ്മദ് ഗോറിയെ കാണുന്നത്. അപ്പം മുഹമ്മദ് ഗോറിയും മഹ്മൂദ് ഗസ്നിയും ഒരേ ഡൈനാസ്റ്റി ആണോ? അല്ല. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തരുമെന്ന് വിചാരിച്ചോ, ഇപ്പം മുഹമ്മദ് ഗോറി എന്താണ് ദ ഡിസെൻഡന്റ് ഓഫ് മഹ്മൂദ് ഗസ്നി, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ദേ ബോത്ത് ബിലോങ് ടു ദ സെയിം ഡൈനാസ്റ്റി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണ്. രണ്ടും രണ്ട് ഡൈനാസ്റ്റിയാണ്. മറ്റേത് എന്താണ്, ഗസ്നാവിദ് ഡൈനാസ്റ്റിയും ഇപ്പുറത്തത് മുഹമ്മദ് ഗോറിയുടെ എന്താണ്, ഘുരിദ് ഡൈനാസ്റ്റിയുമാണ്. അപ്പോൾ ഇവർ ഗസ്നാവിദ്സ് വീക്കനായതിനു ശേഷം മാത്രം എമർജ് ചെയ്ത് വന്ന ഒരു ഡൈനാസ്റ്റിയാണ് എന്ത്, നമ്മുടെ ഘുരിദ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മുഹമ്മദ് ഗോറി എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് ഇൻവേഡ് ചെയ്യാൻ വരുന്നത്. ഓക്കെ, ഞാൻ നമ്മുടെ ഗസ്നിയെ പറഞ്ഞപ്പോൾ ഒരു വാറ് പറയാൻ വിട്ടുപോയി, അത് പറയാം, എന്നിട്ട് നമുക്ക് ഗോറിയിലേക്ക് പോവാം. അതായത് ഇത് കണ്ടോ, നമ്മുടെ ഇപ്പം ഒരു മാപ്പ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഇതും നമ്മുടെ പാർട്ടാണല്ലോ. അപ്പം ഈ ഗസ്നി എന്നൊക്കെ പറയുന്ന ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും, അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമ്മുടെ ഗസ്നി ഇന്ത്യ ഇൻവേഡ് ചെയ്യാൻ പലതവണ വന്നു. അപ്പം അങ്ങനെ വരുന്നതിനിടയ്ക്ക് നമ്മുടെ ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലുള്ള ഒരു റൂളറുമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വാറുണ്ട്. ഓക്കെ, ആ വാറിന്റെ പേരെന്താണ്, ഇദ്ദേഹം ആ വാറിന്റെ പേരെന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് വൈഹിന്ദ് ആണ്. ബാറ്റിൽ ഓഫ് വൈഹിന്ദ് അത് നമ്മുടെ ആ പെഷാവർ അങ്ങനത്തെ ആ ഇന്നത്തെ പാകിസ്ഥാന്റെ ആ ഭാഗത്ത് വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു വാറാണ്. അത് ആരുമായിട്ടാണ്, അനന്തപാല, അതായത് അന്നത്തെ ഒരു കിങ്ഡം ഉണ്ട്, ഹിന്ദു ഷാഹി കിങ്ഡം ഓഫ് വൈഹിന്ദ്, അല്ലെങ്കിൽ ആ പാകിസ്ഥാൻ റീജിയനിലെ ഒരു കിങ്ഡം ഉണ്ട്, ഹിന്ദു ഷാഹി റൂളേഴ്സ്. അപ്പോൾ ഒരു ഹിന്ദു ഷാഹി കിങ്ഡം എന്നാ പറയുക അവരുടെ പേര്. അപ്പം അവിടുത്തെ കിങ് ആയിട്ടുള്ള അനന്തപാലയുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മഹ്മൂദ് ഗസ്നി യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും അനന്തപാല ഡിഫീറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഐ തിങ്ക് ലേറ്റർ ഓൺ ഹി കമ്മിറ്റഡ് സൂയിസൈഡ്, അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അപ്പം എന്തായാലും ആ ഒരു വാറിൻ്റെ പേരാണെന്ത്, ബാറ്റിൽ ഓഫ് വൈഹിന്ദ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ ഇയർ എന്താണ്, 1008 അപ്പം ജസ്റ്റ് കാരണം ഒരു 3-4 വാറൊക്കെ തന്നിട്ട് നിങ്ങളോടൊന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കണം ബാറ്റിൽ ഓഫ് വൈഹിന്ദ് ഇസ് അസോസിയേറ്റഡ് വിത്ത് മഹ്മൂദ് ഓഫ് ഗസ്നി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏർലി 1000s എവിടെയോ ആണ്. അത്രയും പ്ലേസ് ചെയ്യാൻ പറ്റിയാൽ മതി. സംവെയർ ഇൻ ദി ഏർലി 1000s ബാറ്റിൽ ഓഫ് വൈഹിന്ദ് നടക്കുക. ഇപ്പം ഞാനിപ്പം എന്താ പറയുക, ഇപ്പം ബാറ്റിൽ ഓഫ് കനൗജ് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ചൗസ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? അതെവിടെയാണ്, ഹുമയൂണിൻ്റെ പീരീഡിലാണ്. അപ്പം ഇങ്ങനെ ഒരു 3-4 ബാറ്റിലൊക്കെ തരുമ്പോൾ നിങ്ങൾ ആ കൺഫ്യൂസ്ഡ് ആയി പോകും. ബാറ്റിൽ ഓഫ് ചൗസ് ഹുമയൂണിൻ്റെയാണ് 1539. ഹുമയൂണും ഷേർഷാ സൂരിയും തമ്മിലുള്ള ബാറ്റിൽ ഓഫ് ചൗസ, പിന്നെ രണ്ടാമത്തത് ബാറ്റിൽ ഓഫ് കനൗജ്. ഇത് രണ്ടിലുമാണ് പുള്ളി തോക്കുന്നത്. അങ്ങനെയാണ് പുള്ളി എക്സൈലിലേക്ക് പോകുന്നത്. ആ 2 വാറാണ്. അപ്പം ഞാൻ പറയുമോ, ഇങ്ങനെ റാൻഡം ആയിട്ടൊരു പ്രധാനപ്പെട്ട 2-3 വാറൊക്കെ കിട്ടാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ബാറ്റിൽ ഓഫ് വൈഹിന്ദ് 1008. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും എങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മുടെ ഇൻവേഷൻ ഓഫ് മുഹമ്മദ് ഗോറി. അപ്പോൾ ഗോറിയുടെ ഇൻവേഷനെ കുറിച്ച് പറയുമ്പം ഏതാണ്ട് നോക്കിക്കേ, നിയർലി 150 years had lapsed after the invasion of മഹ്മൂദ് ഇൻ 1027. കണ്ടോ,
മഹ്മൂദ് ഗസ്നിയൊക്കെ വന്ന് ഏതാണ്ട് 100-150 വർഷങ്ങൾക്ക് ശേഷമാണ് ആര് വരുന്നത്, മുഹമ്മദ് ഗോറി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ റഫ് എസ്റ്റിമേഷൻ കാണണം. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മഹ്മൂദ് ഗസ്നീസ് ഇൻവേഷൻ മുഹമ്മദ് ഗോറി ഇൻവേഡഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, അല്ല ദർ വാസ് എ സിഗ്നിഫിക്കൻറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടു ഇൻവേഷൻസ്. മഹ്മൂദ് ഗസ്നിയുടെ ഉദ്ദേശം ടെറിട്ടറി ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതായിരുന്നില്ല, പക്ഷെ ഗോറിയുടെ ഉദ്ദേശം എന്തായിരുന്നു, ടെറിട്ടറി ക്യാപ്ചർ ചെയ്യണതായിരുന്നു. കാരണം ഗോറി ഞാൻ പറഞ്ഞ പോലെ അഫ്ഗാൻ ബേസ്ഡ് ആയിട്ടാണ് റൂൾ ചെയ്യുന്നത്. പക്ഷേ ഗോറിക്ക് തൊട്ടടുത്ത് വേറെ റൈവൽ ടെറിട്ടറീസും കിങ്ഡംസും ഉണ്ട്. അവർ ഗോറിയെ വല്ലാതെ അറ്റാക്ക് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, ഈസ്റ്റേൺ സൈഡിലോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗോറിയെ സംബന്ധിച്ച് ഇനി അഫ്ഗാൻ പരിസരത്ത് അധികം നാൾ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഹി ഹാഡ് ടു മൂവ് ടുവേർഡ്സ് ദി ഈസ്റ്റ്, അതായത് ഇന്ത്യയുടെ സൈഡിലോട്ട് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് നമ്മുടെ മുഹമ്മദ് ഗോറി എന്ത് ചെയ്യുന്നത്, പതിയെ പതിയെ ഇന്ത്യൻ ടെറിട്ടറീസ് ഇൻവേഡ് ചെയ്യാനും കോൺക്വർ ചെയ്യാനൊക്കെ നോക്കുന്നത്. പിടികിട്ടുന്നുണ്ട്. അപ്പൊ രണ്ടുപേരുടെ രണ്ട് കോണ്ടെക്സ്റ്റും രണ്ട് ഉദ്ദേശങ്ങളുമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആര് വരുന്നു, മുഹമ്മദ് ഗോറി വരുന്നു. ഏതാണ് അദ്ദേഹത്തിന്റെ ഡൈനാസ്റ്റി, ഘുരിദ് ഡൈനാസ്റ്റിയാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക, ഘുരിദ് ഡൈനാസ്റ്റി. അപ്പം ആരൊക്കെയായിരുന്നു നമ്മുടെ ഗോറി ഇൻവേഡ് ചെയ്യുമ്പം പ്രധാനപ്പെട്ട രജ്പൂത് റൂളേഴ്സ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൃഥ്വിരാജ് ചൗഹാൻ ഉണ്ട് അജ്മീർ റീജിയണിൽ, രാജസ്ഥാനിൽ. ഓക്കെ, പിന്നെ നമ്മുടെ കനൗജ് റീജിയണിൽ നമ്മുടെ ഗഡാവലാസ് ഉണ്ട്, സോളങ്കീസ് ഉണ്ട് ഗുജറാത്ത് സൈഡിൽ, പിന്നെ ഈസ്റ്റേൺ അതായത് ബംഗാൾ റീജിയണിൽ സേനാസ് ഉണ്ട്, സേന കിങ്ഡം ഉണ്ട്. ഓക്കെ, സേനാസ് ഒന്നും അങ്ങനെ സീനിൽ വരുന്നില്ല, കൂടുതലും ഈ നോർത്ത് വെസ്റ്റിലെ കിങ്ഡംസുമായിട്ടാണ് ഗോറിക്ക് കൂടുതൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഗോറിയുടെ ഇതിലോട്ട് വരാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഗോറിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും പഠിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാറുണ്ട്. എന്താണ്, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തരൈനും സെക്കൻഡ് ബാറ്റിൽ ഓഫ് തരൈനും. അപ്പോൾ ഇയർ ഓർത്തിരിക്കാൻ എളുപ്പം, രണ്ടും തൊട്ടടുത്ത വർഷങ്ങളാണ്, അടുത്തടുത്ത വർഷങ്ങളാണ് അല്ലേ. അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ എന്താ പറയുക ഗോറിയുടെ എൻകൗണ്ടർ നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ 3 വരാൻ കാരണം? വൈ? ബിക്കോസ് ദർ വെർ മെനി അതർ കിങ്ഡംസ്, നോ. ഇപ്പം സോളങ്കീസ് ഉണ്ട്, അല്ലെങ്കിൽ കനൗജിലെ ഗഡാവലാസ് ഉണ്ട്, അങ്ങനെ പലരും ഉണ്ടല്ലോ. പക്ഷെ വൈ ദ എൻകൗണ്ടർ വാസ് ബിറ്റ്വീൻ നമ്മുടെ ഇദ്ദേഹം ചൗഹാനും ഇദ്ദേഹമായിട്ട് വരാനുള്ള കാരണം എന്താണ് പറഞ്ഞു? എന്തുകൊണ്ടായിരിക്കും? ദർ വെർ മെനി അതർ കിങ്ഡംസ്, ബട്ട് വൈ ദ എൻകൗണ്ടർ വിത്ത് ദിസ് ഗൈ ചൗഹാൻ ആൻഡ് ഗോറി? പവർഫുൾ ആയതാണോ? വാട്ട് വുഡ് ബി ദ ലോജിക്? ഗോറി എവിടെ നിന്നായിരിക്കും വരുന്നത്? ഇതിപ്പോ ഇന്ത്യ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇന്ത്യയുടെ റഫായിട്ടുള്ളത്. ഇപ്പൊ ഇൻക്ലൂഡിങ് ഈ പാർട്ടും ഒക്കെ ഇന്ത്യ തന്നെയാണല്ലോ. ഗോറി വരുന്നത് എവിടുന്നാ? അഫ്ഗാൻ സൈഡിൽ നിന്നാണ് ഗോറി ഇങ്ങനെ വരുന്നത്. അപ്പം അജ്മീർ എവിടെയാ കിടക്കുന്നത്? രാജസ്ഥാനിലല്ലേ. അജ്മീർ ഇസ് സംവെയർ ഹിയർ, ഈ ഒരു ടെറിട്ടറിയിലാണ് അജ്മീർ. അപ്പൊ ആശാൻ ഇവിടുന്ന് വരുമ്പോ ആദ്യം കിട്ടുന്ന നേരെ ഏതാണ്? ദാറ്റ് ഇസ് പൃഥ്വിരാജ് ചൗഹാൻ. ആ ലോജിക്ക് മനസ്സിലായോ? ഓക്കെ, അതാണ് കാരണം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയുന്നില്ല. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തരൈനിൽ ആര് ജയിക്കുന്നു? പൃഥ്വിരാജ് ചൗഹാൻ ജയിക്കുന്നു. പക്ഷെ പുള്ളി ഒരു മിസ്റ്റേക്ക് കാണിച്ചു. എന്ത് ചെയ്തു? ഗോറിയെ ജീവനോടെ വിട്ടു അല്ലെ. ശരിക്കും യുദ്ധങ്ങളിൽ ഇപ്പോഴും ചെയ്യുന്നത് ശത്രുവിനെ അങ്ങ് വധിക്കുകയോ ചെയ്യുന്നത്. ചുരുക്കം സിറ്റുവേഷൻസിലാണ് വധിക്കാതെ വിടുന്നത്. അപ്പം ഹർഷനെ വധിച്ചില്ല, പകരം എന്ത് ചെയ്തു? പുളകേഷ്യൻ ടു ഒരു എഗ്രിമെന്റിലെത്തി, ഇനി മേലാൽ നർമ്മദ ക്രോസ് ചെയ്യാൻ വരരുത്. അപ്പോൾ അത് അംഗീകരിച്ചെങ്കിൽ പോയി. പക്ഷെ എന്ത് ചെയ്തു? ഇദ്ദേഹം പുള്ളിയെ ജീവനോടെ വിട്ടു. അപ്പോൾ അത് വെരി നെക്സ്റ്റ് ഇയർ ഹി റീകൂപ്ഡ് ഹിസ് ആർമി, കൂടുതൽ പ്രിപ്പയർഡ് ആയിട്ട് കൂടുതൽ സെറ്റപ്പോട് കൂടി എന്ത് ചെയ്തു? നെക്സ്റ്റ് ഇയർ ഹി ഇൻവേഡഡ് ദി അഗെയിൻ ദാറ്റ് അജ്മീർ റീജിയൻ അല്ലേ. അപ്പോൾ ഈ സെക്കൻഡ് വാറിൽ എന്ത് സംഭവിച്ചു? സെക്കൻഡ് ബാറ്റിൽ ഓഫ് തരൈനിൽ ഇറ്റ് വാസ് ഈസി ഫോർ ഗോറി ടു ഡിഫീറ്റ് ഹിം. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ട് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ 3യെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മുഹമ്മദ് ഗോറി ഇന്ത്യയുടെ ടെറിട്ടറീസ് ഇൻവേഡ് ചെയ്ത് അനക്സ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തരൈന് ശേഷം ഗോറി ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇന്ത്യയിലുള്ള കുറച്ച് ടെറിട്ടറി മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിലും വേറെ ടെറിട്ടറീസ് ഉണ്ട്. പുള്ളിയുടെ മെയിൻ ടെറിട്ടറി എന്നൊക്കെ പറയുന്ന അഫ്ഗാൻ റീജിയൻ തന്നെയാണ്. അപ്പൊ അത് ഡിഫെൻഡ് ചെയ്യണ്ടേ. അപ്പൊ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തരൈൻ കഴിഞ്ഞിട്ട് ഗോറി എന്ത് ചെയ്തു? പുള്ളി പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി. പകരം ഇന്ത്യയിൽ കോൺക്വർ ചെയ്ത റീജിയൻസ് ആരെ ഏൽപ്പിച്ചു?
അദ്ദേഹത്തിന്റെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ലേവ് ഒരു ജനറൽ ആണ്, അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? കുത്ബുദ്ദീൻ ഐബക്ക്. കുത്ബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ഐബക്കാണ് മെയിൻ ആയിട്ട് ഏൽപ്പിച്ചത്. പിന്നെയും പുള്ളിയുടെ വേറെ ചില വിശ്വസ്തരും ജനറൽസും ഒക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീട് അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ചില ഈ ഗോറി കുറച്ച് കഴിയുമ്പോൾ മരിക്കും. അപ്പം ഗോറിയുടെ മരണത്തിന് ശേഷം പിന്നെ ആ ഇന്ത്യൻ ടെറിട്ടറീസിന്റെ കൺട്രോൾ ആർക്കെന്നുള്ള നിലയിൽ പിന്നെ കുറച്ച് കോൺഫ്ലിക്റ്റ് വരുന്ന അതുകൊണ്ടാണ്. ഐബക്കിനെ പോലെ തന്നെ ഓൾമോസ്റ്റ് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റ് ചില പുള്ളിയുടെ വിശ്വസ്തരും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഓവറോൾ ലീഡർഷിപ്പ് ആർക്ക് കൊടുത്തു? കുത്ബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചിട്ടാണ് ആര് പോകുന്നത്? എനിക്ക് തോന്നുന്നില്ല ഐബക്കിന് പങ്കുണ്ടെന്ന്. ഗോറി ഇന്ത്യൻ ഭാഗത്തൊന്നും അല്ലല്ലോ മരിക്കുന്നത്. ഐ തിങ്ക് ഗോറി ഡൈഡ് വിതിൻ ഹിസ് ടെറിട്ടറീസ്. എനിക്കറിയില്ല ഐബക്കിന് എന്തെങ്കിലും പങ്കുണ്ടെന്ന്. ഐബക്ക് മോറോവർ ഹി വാസ് എ സ്ലേവ് ഓൾസോ. സ്ലേവ്സ് ആർ നെവർ എന്താണ്, അവരൊരിക്കലും അവരുടെ മാസ്റ്ററിനെതിരെ നിൽക്കത്തില്ലല്ലോ. ഇതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഞാനൊരു ലോജിക്ക് വെച്ചിട്ടാണ് പറയുന്നത്. ഐബക്ക് എന്ന് പറയുന്നത് ഗോറിയുടെ ട്രസ്റ്റഡ് സ്ലേവ് ആണ്. അപ്പോൾ ഈ സ്ലേവ്സ് ഒരിക്കലും മാസ്റ്റേഴ്സിന് അഗെയിൻസ്റ്റ് പോകത്തില്ല. ഓൾവേസ് ലോയൽ ടു ദ മാസ്റ്റർ. ഒരു കാരണവശാലും മാസ്റ്ററിനെതിരെ നിൽക്കില്ല. അപ്പം അതുകൊണ്ട് ഗോറിയെ കൊല്ലാൻ ഐബക്ക് കൊല്ലാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു ലോജിക്ക്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ബാറ്റിൽ ഓഫ് തരൈൻ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വേറൊരു ബാറ്റിലും കൂടി ഉണ്ട്. ബാറ്റിൽ ഓഫ് ചന്ദാവർ അല്ലെ. ബാറ്റിൽ ഓഫ് ചന്ദാവർ ആരൊക്കെ തമ്മിലാണ്? അല്ല, ഗോറി 1192 തിരിച്ചു പോയല്ലോ. വീണ്ടും 1194 ഗോറി ഒന്നോടെ ഒന്ന് തിരിച്ചു വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? കനൗജിന്റെ റൂളർ ആയിട്ടുള്ള ജയചന്ദ്രയെ ഡിഫീറ്റ് ചെയ്യാനാണ് വരുന്നത്. ആ ബാറ്റിലാണ് എന്ത്? ബാറ്റിൽ ഓഫ് ചന്ദാവർ അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ചാന്ദുവർ അങ്ങനെയും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ 1194. അപ്പൊ നമ്മൾ പഠിക്കുമ്പം ആദ്യം പഠിച്ചത് ബാറ്റിൽ ഓഫ് വായ്ഹിന്ദ്. അത് ആരാണ്? ഗസ്നിയുമായിട്ടുള്ള ഒരു ബാറ്റിലാണ്. ഇപ്പൊ പഠിക്കുന്ന ഏതാണ്? ബാറ്റിൽ ഓഫ് ചന്ദാവർ അല്ലെങ്കിൽ ചാന്ദുവർ. അത് ആരുമായിട്ടുള്ളതാണ്? ഗോറിയും കനൗജിന്റെ റൂളർ അത് ജയചന്ദ്ര. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നീട് നമ്മൾ ഇദ്ദേഹം നേരത്തെ പറഞ്ഞില്ലേ, ബക്തിയാർ ഖിൽജി നമ്മുടെ ആരുടെയാ? ഗോറിയുടെ ഒരു ജനറൽ തന്നെയായിരുന്നു. അപ്പൊ ബക്തിയാർ ഖിൽജി എന്ത് ചെയ്തിട്ടുണ്ട്? ബിറ്റ്വീൻ 1202 ആൻഡ് 1205 കുറെ എക്സ്പെഡിഷൻസ് ഈസ്റ്റിലേക്ക് നടത്തിയിട്ടുണ്ട്. ആ എക്സ്പെഡിഷൻ, ആ പരാക്രമത്തിലാണ് എന്ത് ചെയ്യുന്നത്? നളന്ദ, വിക്രമശില പോലത്തെ ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ കത്തിക്കുന്നതും നശിപ്പിക്കുന്നതും. ഓക്കെ, ബക്തിയാർ ഖിൽജി. ഓക്കെ, ഇനി ബാറ്റിൽ ഓഫ് ചാന്ദുവർ പറഞ്ഞു. പിന്നെ നമ്മൾ ഇനി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റിലേക്ക് തന്നെയാണ് നേരിട്ട്. അപ്പൊ ഡൽഹി സുൽത്താനേറ്റ്, അപ്പം ഡൽഹി സുൽത്താനേറ്റ് വരുന്നത് എങ്ങനെയാ? മുഹമ്മദ് ഗോറി ആരെ ഏൽപ്പിച്ചിട്ടാ പോയത്? സ്ഥലമൊക്കെ ഐബക്കിനെ ഏൽപ്പിച്ചിട്ട് പോയി. പക്ഷെ പോയി കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഗോറി മരണപ്പെടുന്നു അല്ലെ. ഗോറി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുത്ബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഏൽപ്പിച്ച ടെറിട്ടറീസിനെ പുള്ളി എന്ത് ചെയ്തു? ടേക്ക് ഓവർ ചെയ്തു. ആൻഡ് ഹി ഡിക്ലെയർഡ് ഹിംസെൽഫ് ആസ് ദി സുൽത്താൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആദ്യത്തെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഫസ്റ്റ് ഡൈനാസ്റ്റിക്ക് എന്ത് പേര് വരുന്നത്? സ്ലേവ് ഡൈനാസ്റ്റി. ബിക്കോസ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സ്ലേവ് ഓഫ് മുഹമ്മദ് ഗോറി. നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആദ്യത്തെ ഡൈനാസ്റ്റി സ്ലേവ് ഡൈനാസ്റ്റി ആണ്. രണ്ടാമത്തത് ഖൽജീസ്, പിന്നെ തുഗ്ലക്, സയ്യിദ് ആൻഡ് ലോധി. നിങ്ങൾക്ക് ഓർഡർ ഒക്കെ അറിയാലോ. അപ്പൊ ഏകദേശം ഇവരുടെ ഒരു റഫ് ടൈം പീരീഡ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി നേരിട്ട് എങ്ങോട്ടേക്ക് പോവാം? സ്ലേവ് ഡൈനാസ്റ്റിയിലോട്ട് പോവാം. അപ്പോൾ കുത്ബുദ്ദീൻ ഐബക്ക് ആണ് ആദ്യത്തെ റൂളർ. സോ സിൻസ് ഹി വാസ് ദി സ്ലേവ് ഓഫ് മുഹമ്മദ് ഗോറി, ദ ഡൈനാസ്റ്റി ഈസ് നോൺ ആസ് സ്ലേവ് ഡൈനാസ്റ്റി. അപ്പൊ ഇദ്ദേഹം കുറച്ച് ഏജ്ഡ് ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്, അത്ര യങ് അല്ലായിരുന്നു. അപ്പൊ ഹി വാസ് വെരി കൈൻഡ് പേഴ്സണാലിറ്റി, ആളുകൾക്ക് ഒത്തിരി ചാരിറ്റി ഒക്കെ ചെയ്യുന്ന, കുറച്ച് അങ്ങനെ വലിയ ദുഷ്ടമൊന്നും അല്ലായിരുന്നു, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഹി വാസ് നോൺ ആസ് ലാഖ് ബക്ഷ്. അപ്പം ഈ പേരൊന്ന് ഓർത്തിരിക്കുക, ലാഖ് ബക്ഷ് എന്ന് പേരുള്ള സുൽത്താൻ. കാരണം ഹി വാസ് വെരി ജനറസ് ടു പുവർ പീപ്പിൾ. എല്ലാവർക്കും വാരിക്കോരി കൈയഴിഞ്ഞ് പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു. ഓക്കെ,
പിന്നെ ഡൽഹിയിലുള്ള കുവത്തുൽ ഇസ്ലാം മോസ്ക് പണി കഴിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ടൈം പീരീഡിലാണ്. ഓക്കെ, ആൻഡ് ഹി ഡൈഡ് ഇൻ 1210 വൈൽ പ്ലേയിങ് ചൗഗൺ. ചൗഗൺ എന്താണ്? ഹോഴ്സ് പോളോ അല്ലേ, പോളോ ഗെയിമാണ്. അപ്പോൾ ആ ഗെയിം കളിക്കുന്നതിനിടയ്ക്കാണ് പുള്ളി മരിക്കുന്നത്. അപ്പം ഖുത്ബുദ്ദീൻ ഐബക്കിന് ശേഷം പിന്നീട് ഭരണം ഏറ്റെടുക്കുന്ന ആരാണ്? അദ്ദേഹത്തിൻ്റെ സൺ ഇൻ ലോയും സ്ലേവുമായിട്ടുള്ള ഇൽത്തുമിഷ് ആണ്. അപ്പൊ ഇദ്ദേഹത്തെ എന്തെന്ന് നമ്മൾ വിളിക്കും? സ്ലേവ് ഓഫ് എ സ്ലേവ് അല്ലേ? സ്ലേവ് ഓഫ് എ സ്ലേവ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സൺ ഇൻ ലോയും കൂടിയായിരുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്ക് ബിക്കംസ് ദി റൂളർ. പിന്നെ ഐബക്കിന്റെ കുറെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. എന്തൊക്കെയാ ഉള്ളത്? ഐബക്കിന്റെ സമയത്ത് കുറെ ഡെവലപ്മെന്റ്സും ചില സിഗ്നിഫിക്കൻസും ഒക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയാ? കുത്തബ് മിനാർ പിന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷിന്റെ പീരീഡിലാണ്. തുടങ്ങി വെക്കുന്നത് ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ സമയത്താണ്, കംപ്ലീറ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ സമയത്താണ്. പക്ഷെ പിന്നീട് കുത്തബ് മിനാറിന് പലപ്പോഴും റിപ്പയറിങ് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക്ക്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇവരൊക്കെ കൈയഴിഞ്ഞ് അത് റിപ്പയർ ചെയ്യാനൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഉണ്ട്. അരംഷായെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ ഇവൻ വരുന്നത്, ഇൽത്തുമിഷ് വരുന്നത്. ഓക്കെ, ഇല്ല, നമ്മൾ അങ്ങനെ എവിടെയും വായിക്കുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി അരംഷാ ക്ലെയിംഡ് ദ ത്രോൺ, പക്ഷെ ഇദ്ദേഹം കൂടുതൽ പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഈസി ഫോർ ഹിം ടു ഓവർ പവർ ഹിം. അപ്പൊ അധികം വലിയ ബാറ്റിലിനോ പ്രശ്നങ്ങൾക്കൊന്നും വേണ്ടി വന്നില്ല. അതിനു മുന്നേ തന്നെ ഹി കുഡ് ടേക്ക് ഓവർ ഫ്രം അരംഷാ. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇൽത്തുമിഷിനെ കുറിച്ച് പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം ഉണ്ടല്ലോ, ചഹൽഗനി. എന്താണ് ചഹൽഗനി എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് വാസ് എ ഗ്രൂപ്പ് ഓഫ് 40 ടർക്കിഷ് നോബിൾസ് അല്ലേ? അപ്പം ഈ നോബിൾസിന്റെ ഒരു 40 അംഗ ഗ്രൂപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ചഹൽഗനി എന്ന് പറയുക അല്ലെ, തുർക്കാനി ചഹൽഗനി. അപ്പൊ ഈ ചഹൽഗനി സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ടർക്കിഷ് നോബിൾസിനെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അപ്പം പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നതിലൊക്കെ ഇവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. അപ്പൊ സുൽത്താന്റെ ഈ ഒരു 40 നോബിൾസുമായിട്ടൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. പക്ഷേ അഗെയിൻ സുൽത്താൻ ആയതുകൊണ്ട് തന്നെ ഹി കുഡ് ഓവർ പവർ ദം. പക്ഷെ എങ്കിലും ഇൻ ജനറൽ ദിസ് നൊബിലിറ്റി വാസ് വെരി ഇൻഫ്ലുവൻഷ്യൽ അറ്റ് ദ ടൈം അല്ലേ? പിന്നീട് ഇദ്ദേഹത്തിന്റെ സമയത്ത് 2 ഇമ്പോർട്ടൻറ്റ് കോയിൻസ് ഇഷ്യൂ ചെയ്തിരുന്നല്ലോ. തങ്ക അല്ലെങ്കിൽ ടാങ്ക, അതുപോലെ തന്നെ ജിത്തൽ അല്ലേ? തങ്ക എന്തായിരുന്നു? സിൽവർ കോയിൻസ് ആയിരുന്നു. പിന്നെ കോപ്പർ കോയിൻസ് ആയിട്ടുള്ള ജിത്തൽ അല്ലേ? അപ്പൊ ഇത് രണ്ടും ഇഷ്യൂ ചെയ്തിരുന്നത് നമ്മുടെ ഇൽത്തുമിഷിന്റെ സമയത്താണ്. പിന്നെ ഡൽഹി സുൽത്താനേറ്റിന്റെ പല ഡൈനാസ്റ്റീസ് വന്നപ്പോഴും ഈ കോയിൻസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. പിന്നെ വേറൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ, ഇക്ത സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൽത്തുമിഷിന്റെ സമയത്താണ്. നമ്മളത് ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യാം. അത് കൂടാതെ വേറൊരു സംഭവം ഉണ്ടല്ലോ, ഏതാ? മംഗോൾ ഇൻവേഷൻ. എന്താ പറഞ്ഞേ? ഓക്കെ, ഫാദർ ഓഫ് ടോം ബിൽഡിംഗ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് മംഗോൾ ഇൻവേഷൻ ആണ്. അതായത് ആദ്യമായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് മംഗോൾസ് ഇൻവേഡ് ചെയ്യുന്നത് ഇൽത്തുമിഷിന്റെ സമയത്താണ് ഒരു അറ്റംപ്റ്റ് നടക്കുന്നത്. പക്ഷെ അത് ഇൽത്തുമിഷ് ഭയങ്കര തന്ത്രപരമായിട്ട് അതിനെ നേരിട്ടു. അപ്പം ദ മംഗോൾസ് വെർ ചേസിങ് എ ഖ്വാരിസം റൂളർ. ഖ്വാരിസം റൂൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇറാനിന്റെ ഒരു ഡൈനാസ്റ്റി ആയിരുന്നു. ആ ഖ്വാരിസം എംപയറിന്റെ ഒരു റൂളറിനെ മംഗോൾസ് ചേസ് ചെയ്ത് ഇന്ത്യൻ സൈഡിലോട്ട് എത്തിച്ചു. അപ്പം ദാറ്റ് ഇറാനിയൻ റൂളർ റിക്വസ്റ്റഡ് സാങ്ച്വറി. പക്ഷെ എന്ത് ചെയ്തു? ഇൽത്തുമിഷിന് മനസ്സിലായി ഇറാനിയൻ റൂളറിനെ ഇപ്പൊ ഇവിടെ കേട്ട് താമസിപ്പിച്ചാൽ ഉറപ്പായിട്ട് അത് നമുക്ക് പണിയാണ് അല്ലെ? കാര്യം എന്താണ് മംഗോൾസ് എന്ന് പറയുന്നത് എന്താണ്? വട്ടുപിടിച്ച ഭ്രാന്തന്മാരാണ്. ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹി പൊളൈറ്റ്ലി ഡിനൈഡ് സാങ്ച്വറി ടു ദി ഇറാനിയൻ റൂളർ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? വലിയൊരു വിപത്ത് ഒഴിവായി കിട്ടി. ആർക്ക്? ഇൽത്തുമിഷിന്. അല്ലെങ്കിൽ എന്താണ്? വാർ വി ഹാവ് ടു അവോയ്ഡ് അറ്റ് എനി കോസ്റ്റ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇൽത്തുമിഷ് എന്ത് ചെയ്തു? അതിനെ വളരെ തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്ത് അതിനെ ആ ഒരു സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്തു. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇൽത്തുമിഷിന്റെ സമയത്തെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ചഹൽഗനി പറഞ്ഞു, ടാങ്ക ഇത്. പിന്നെ
പിന്നെ പുള്ളി ഒരു എലീറ്റ് ആയിട്ടുള്ള മിലിറ്ററി സ്ലേവ്സിന്റെ ഒരു ഗ്രൂപ്പ് ബന്ദാഗൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഇക്ത സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മൾ അടുത്തത് റൂളർ എന്താണ്? ഇൽത്തുമിഷിന്റെ മകളായിട്ടുള്ള റസിയ സുൽത്താന. സോ ഇൽത്തുമിഷ് തന്നെ മരിക്കുന്നതിന് മുന്നേ റസിയ സുൽത്താനെ നോമിനേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ദ ചഹൽഗനി ഡിഡ് നോട്ട് റെക്കമെൻഡ് അല്ലെങ്കിൽ അപ്രൂവ് ഓഫ് ഹർ ബിക്കോസ് ഷി വാസ് എ വുമൺ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ദ ചഹൽഗനി വാണ്ടഡ് സം പപ്പറ്റ് റൂളർ. അപ്പൊ ഇൽത്തുമിഷ് പോയല്ലോ, അപ്പൊ ഇനി ഇതിന് പകരം ഒരു പപ്പറ്റ് റൂളറിനെ വെക്കുവാണെങ്കിൽ ഇഫക്റ്റീവ് കൺട്രോൾ ആരുടെ കയ്യിലിരിക്കും? ചഹൽഗനിയുടെ കയ്യിലിരിക്കും. സോ ദ ചഹൽഗനി ട്രൈഡ് ടു എന്താണ് എക്സ്പെൽ റസിയ സുൽത്താനെ. പക്ഷേ ഷീ മാനേജ് ടു കം ടു ദ ത്രോൺ. പക്ഷെ എന്താണ്, ഷീ കുഡ് സർവൈവ് ഓൺലി ഫോർ അബൌട്ട് 4 years. അതിനുള്ളിൽ തന്നെ പലതരം ചതിയും അതൊക്കെ കാരണം ഷി വാസ് മേർഡേർഡ് അല്ലേ. അപ്പം അത്രേ ഉള്ളൂ. പുള്ളിക്കാരിയുടെ സമയത്ത് വലിയ ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ല. പുള്ളിക്കാരിയാണ് ഒരു അബിസീനിയൻ സ്ലേവ് ആയിട്ടുള്ള ഒരാളെ തൻ്റെ ഹോഴ്സ് ആ കാവലറിയുടെ ഹെഡായിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്തു. അത് ഭയങ്കരമായിട്ട് ഈ ചഹൽഗനിയെ ഇറിറ്റേറ്റ് ചെയ്തു. കാരണം എന്താ, ഈ ചഹൽഗനീസ് എന്ന് പറയുന്ന നോബിൾസ് ആണ്, ഉന്നത കുലജാതരാണ്. പക്ഷേ അബിസീനിയൻ സ്ലേവിനെയാണ് റസിയ സുൽത്താൻ എന്ത് ചെയ്യുന്നത്, ഒരു ഹോഴ്സ് അവരുടെ കാവലറി ആ സേനയുടെ ഹെഡായിട്ടൊക്കെ നിയോഗിക്കുന്നത്. അപ്പം അത് ഭയങ്കര ഒരു എന്താണ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി. പിന്നെ അത് മാത്രമല്ല, ഇവര് ശരിക്കും പറഞ്ഞാൽ സ്ത്രീയാണ്. അപ്പോൾ ഇവരെ ഇവിടെ നിർത്തുന്നതിൽ കാര്യമില്ല. ആൻഡ് ഷി വാസ് എ വെരി ഏബിൾഡ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ അവരെ സംബന്ധിച്ചപ്പോൾ ചഹൽഗനിയുടെ പവർ കോംപ്രമൈസ് ചെയ്യുന്ന പോലെയായിരുന്നു റസിയ സുൽത്താനയുടെ ഒരു പ്രസൻസ്. അപ്പം അതുകൊണ്ട് ദേ റിയലി വാണ്ടഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ഹർ. അപ്പോൾ അങ്ങനെയാണ് ചതിയിലൂടെ ഇവരെ കൊല്ലുന്നത് അല്ലേ. പിന്നീട് എന്താ പറയുക, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റിലെ റൂളർ ആരാണ്? ബാൽബൻ. ബാൽബന്റെ പ്രത്യേകത എന്താണ്? ഹി വാസ് ദ റൂളർ ഹു റൂൾഡ് വിത്ത് അയൺ ആൻഡ് ഫിസ്റ്റ് എന്ന് പറയും അല്ലേ. ഏറ്റവും ഇങ്ങനെ വളരെ അതോറിറ്റേറിയൻ ആയിട്ട് റൂൾ ചെയ്ത ഒരു ഡൽഹി സുൽത്താൻ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ ബാൽബന്റെ സമയത്ത് എന്ന് വെച്ചാൽ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ റസിയ സുൽത്താനയ്ക്ക് ശേഷം നോക്കിക്കേ, റസിയ സുൽത്താനയുടെ റൂൾ എന്ത് ചെയ്യുന്നത് 40-ലാണ്. ഇദ്ദേഹം ഇതിൽ ഭരണത്തിലോട്ട് വരുന്ന 1266-ലാണ്. അപ്പൊ പിന്നെ ഒരു 10-25 വർഷം പല പപ്പറ്റ് റൂളേഴ്സും വന്നു. ചഹൽഗനി പല റൂളേഴ്സിനെയും കൊണ്ടുവന്നു, പിന്നെ മാറ്റുന്നു. അങ്ങനെ കുറേ അധികം കളികൾ അതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ അവസാനം കുറേ വൃത്തികെട്ട കളികൾ കളിച്ചിട്ടാണ് ശരിക്കും ബാൽബൻ പവറിലേക്ക് വരുന്നത്. ശരിക്കും ഈ റസിയ സുൽത്താനയുടെയോ അല്ലെങ്കിൽ ഇൽത്തുമിഷിന്റെയോ ഒന്നും ബ്ലഡ് ലൈനിലുള്ള ആളല്ല ബാൽബൻ. അപ്പൊ കുറേ ചീത്ത കളികൾ കളിച്ചിട്ടാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, ഇതിലോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു ലെജിറ്റിമസി ക്രൈസിസ് ഉണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്തു, തൻ്റെ ലെജിറ്റിമസി ക്രൈസിസിനെ ഓവർകം ചെയ്യുന്നത് പുള്ളി എന്ത് ഉപയോഗിച്ചിട്ടാണ്? ത്രൂ ദി പോളിസി ഓഫ് അയൺ ആൻഡ് ഫിസ്റ്റ്. എല്ലാവരെയും എന്ത് ചെയ്യുക, മുറുക്കി പിടിക്കുക. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞെക്കി ഞെരുക്കി ഇങ്ങനെ തൊണ്ടയ്ക്കകത്ത് ഇങ്ങനെ 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 പിടിച്ച് വെച്ച് ഭരിക്കുക അല്ലേ. അപ്പം എന്ത് ചെയ്തു, പുള്ളി കുറേ അധികം പോളിസീസ് അഡോപ്റ്റ് ചെയ്തു. എന്താണ്, ആരെയും വിശ്വാസമില്ല. അപ്പം എല്ലായിടത്തും സ്പൈസിനെ അപ്പോയിന്റ് ചെയ്തു. ഏത് നോബിളാണ് എവിടെയാണ് എൻ്റെ ബാക്കിൽ പറയുന്നത്, എന്നെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നെ ടോപ്പിൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ സംശയത്തിലാണ് പുള്ളി എപ്പോഴും ജീവിച്ചിരുന്നത്. അപ്പം എല്ലായിടത്തും സ്പൈസിനെ അപ്പോയിന്റ് ചെയ്തു. അതുപോലെ തന്നെ ചഹൽഗനിയെ ഒതുക്കി. ആദ്യം ചെയ്തത് പുള്ളിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ചെയ്തത് എന്താണ്, ഈ ചഹൽഗനി സിസ്റ്റത്തെ ഒതുക്കി. ശരിക്കും ചഹൽഗനിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പുള്ളി ഭരണത്തിൽ വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പുള്ളിക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നു. അപ്പം തന്നെ ഇവരെ ഒതുക്കി. ഓക്കെ, എന്നിട്ട് ബാൽബൻ പിന്നെ എന്ത് ചെയ്യുന്നു, കുറേ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു സാധനം, പുള്ളിയുടെ സമയത്ത് ഹി ഡിഡ് നോട്ട് ഫോക്കസ് ഓൺ എക്സ്പാൻഷൻ ഓഫ് ദി എംപയർ റാദർ ദാൻ കൺസോളിഡേഷൻ. അതായത് ഉള്ള ടെറിട്ടറിയെ എന്ത് ചെയ്യുക, നല്ല കൺട്രോളിൽ അടക്കി ഒതുക്കി നിർത്തുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ പ്രയോറിറ്റി. കാരണം ഇപ്പം എക്സ്പാൻഡ് ചെയ്യാൻ പോയാൽ ക്യാപിറ്റലിൽ എൻ്റെ പ്രസൻസ് ഇല്ലാതായാൽ എന്ത് പറ്റും, മറ്റവന്മാർ ആരെങ്കിലും പണി തരും. അപ്പം എന്ത് ചെയ്യണം, ക്യാപിറ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെ മാക്സിമം പവർ കൺസോളിഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ സ്പൈസിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ പല മറ്റു പോളിസീസ്. പിന്നെ ഇദ്ദേഹത്തിന്റെ പീരീഡിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ് ഇൻട്രൊഡ്യൂസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി കോൾഡ് ദിവാനി അർസ്. അപ്പൊ ദിവാനി അർസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി ആണ്. അപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബാൽബന്റെ സമയത്താണ്. പിന്നെ ഇദ്ദേഹം എന്താണ്, 2-3 വേറെ കാര്യങ്ങളുണ്ട്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ തിയറി ഓഫ് കിങ്ഷിപ്പ്. അതായത് കിങ് എന്ന് പറയുന്നത് എന്താണ്, കിങ് ഇസ് ദി ഷാഡോ ഓഫ് ഗോഡ്. ഷാഡോ ഓഫ് ഗോഡ് ആണ്. അതാണ് എന്ത്, ദ ഡിവൈൻ തിയറി ഓഫ് കിങ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ദൈവത്തിന്റെ നിഴലാണ് കിങ്. അതിന്റെ അർത്ഥം എന്താ, ഓൾമോസ്റ്റ് ഐ എം ഈക്വലൻ ടു ഗോഡ്.
അല്ലെങ്കിൽ ഐ എം ക്ലോസർ ടു ഗോഡ്, അല്ലേ? ആ ഒരു തിയറി കൊണ്ടുവന്നു. അപ്പൊ അതിന് ആ ഉപയോഗിക്കുന്ന വേർഡ് എന്താണ്? സിൽ എ ഇലാഹി. അപ്പൊ ഈ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, അല്ലെ? സിൽ എ ഇലാഹി എന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ ഡോക്ടറിൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബാൾബൻ. അതിന്റെ അർത്ഥം എന്താണ്? ദ കിങ് ഈസ് ദി ഷാഡോ ഓഫ് ഗോഡ്, അല്ലേ? അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ പവർ കുറച്ചുകൂടെ കൺസോളിഡേറ്റ് ചെയ്യാൻ ഹി ഇൻട്രൊഡ്യൂസ്ഡ് സർട്ടൻ ആചാരങ്ങൾ. എന്തൊക്കെയാണ്? സിജ്ദ ആൻഡ് പൈബോസ്. സിജ്ദ എന്ന് വെച്ചാൽ എന്താണ്? രാജാവിനെ കാണുമ്പോൾ തന്നെ നമ്മൾ മുട്ടുകുത്തി നിന്ന് വണങ്ങുന്നതിനെയാണ് സിജ്ദ എന്ന് പറയുന്നത്. പിന്നെ പൈബോസ് എന്ന് പറയുന്നത് എന്താണ്? ഫീറ്റിലൊക്കെ കിസ് ചെയ്യുന്നതും ഒക്കെയാണ്. അപ്പം അങ്ങനത്തെ ചില പുതിയ റിച്വൽസ് ഒക്കെ പുള്ളി കൊണ്ടുവന്നു. അപ്പം എന്താണ്? ഞാനാണ് രാജാവ്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? എൻ്റെ മുന്നിൽ വരുമ്പോൾ ഇതൊക്കെ ചെയ്യണം, അല്ലേ? അതുപോലെ തന്നെ എന്താണ്? നൗറോസ് എന്ന് പറയുന്ന ഒരു പാഴ്സി ന്യൂ ഇയറിൻ്റെ ഫെസ്റ്റിവലാണ്. അപ്പം അത് പുള്ളിയാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആഘോഷിക്കാനൊക്കെ തുടങ്ങുന്നത്. അപ്പം ഇങ്ങനത്തെ 2-3 കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ് ആരുടെ സമയത്തുള്ളത്? ബാൾബൻ്റെ സമയത്തുള്ളത്, അല്ലേ? ഇനി നമുക്ക് അടുത്ത റൂളറിൻ്റെ അടുത്തോട്ട് പോവാം. ബാൾബൻ്റെ എല്ലാം പറഞ്ഞല്ലോ. അങ്ങനെ ബാൾബൻ അവസാനം എന്ത് ചെയ്യുന്നു? ബാൾബൻ മരിച്ചതിന് ശേഷം പിന്നീട് പവറിലേക്ക് വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ മിലിറ്ററി ജനറൽ ആയിരുന്ന ഫിറോസ് എന്ന് പറയുന്ന ആൾ. ആ ഫിറോസ് എന്ന് പറയുന്ന ആളുടെ ടൈറ്റിലാണ് പിന്നീട് ജലാലുദ്ദീൻ ഖൽജി. ഓക്കെ. അപ്പം അങ്ങനെ നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിൽ പ്രധാനമായിട്ട് 4 റൂളേഴ്സാണ്. അവരെ നമ്മൾ പറഞ്ഞു. സ്ലേവ് ഡൈനാസ്റ്റിയുടെ എൻഡിന് ശേഷം പിന്നീട് വരുന്ന ആരാണ്? നമ്മുടെ ഖൽജീസ് ആണ്. ഖൽജീസിനകത്ത് 2 പ്രധാന റൂളേഴ്സേ ഉള്ളൂ. ആരാണ്? ജലാലുദ്ദീൻ ഖൽജിയും അലാവുദ്ദീൻ ഖൽജിയും. അപ്പൊ ജലാലുദ്ദീൻ ഖൽജി, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, അഗെയിൻ ഖൽജി ഡൈനാസ്റ്റിയും വളരെ വലിയ ടെറിട്ടറീസ് ഉള്ളതായിരുന്നു. അപ്പൊ ഈ ഗ്രീൻ കളറിൽ അവരുടെ ഡയറക്റ്റ് കൺട്രോളിലുള്ള ടെറിട്ടറിയും ഇത് ഇവരുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മാലിക് കഫൂറിനെ അയച്ച് സബ്ജുഗേറ്റ് ചെയ്തില്ലേ, അതാണ് ഈ ലൈറ്റ് പച്ച കളർ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പാണ്ഡ്യാസ്, ഹൊയ്സാലാസ്, കാക്കാത്തിയാസ്, യാദവാസ്, ഈ 4 ഈ ലൈറ്റ് പച്ച കളർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആയല്ലോ. ഓക്കെ, അപ്പം നമ്മളിനി ഖൽജീസിനെ കുറിച്ച് പറയുമ്പം നമ്മുടെ ജലാലുദ്ദീൻ ഖൽജി എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം കുറച്ചുകൂടെ അഗെയിൻ ഒരു ടോളറൻ്റ് ആയിട്ടുള്ള, കുറച്ചൊക്കെ കരുണയൊക്കെ ഉള്ള ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മരുമകനായിരുന്നു ആര്? അലാവുദ്ദീൻ ഖൽജി. അപ്പോൾ ഇദ്ദേഹം സുൽത്താൻ ആയിരുന്ന സമയത്ത് അലാവുദ്ദീൻ ഖൽജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിലിറ്ററി ജനറൽ ആയിരുന്നു. കുറേ ഇമ്പോർട്ടൻറ്റ് മിലിറ്ററി എക്സ്പെഡിഷൻസിന് അലാവുദ്ദീൻ ഖൽജിയെ വിടുമായിരുന്നു. അപ്പോൾ ഈ ദൗലത്താബാദ്, മഹാരാഷ്ട്ര, അങ്ങനത്തെ ഡെക്കാൻ റീജിയനിലെ പല ക്യാമ്പയിനും അലാവുദ്ദീൻ ഖൽജിയെ വിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലാവുദ്ദീൻ ഖൽജി ഭയങ്കര ഏബിൾഡ് ആയിട്ടുള്ളൊരു മിലിറ്ററി ജനറൽ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അറിയാം ആരെ എങ്ങനെ ഒതുക്കണം, അങ്ങനത്തെ അത്രയും കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യുവാണ്, ഈ ജലാലുദ്ദീൻ ഖൽജിയെ ചതിയിലൂടെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി കൊല്ലുക ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ അമ്മാവനെ കൊന്നിട്ടാണ് പുള്ളി പവറിലേക്ക് വരുന്നത്. അതെ പത്മാവത്, അതെ. അതിനകത്ത് ഞാൻ പത്മാവത് കണ്ടില്ല. അതിനകത്ത് ഇത് തന്നെയാണ് അലാവുദ്ദീൻ ഖൽജിയുടെ മറ്റേ സ്റ്റോറിയാണല്ലോ, റാണി പത്മാവതിയുടെ ഒക്കെ ഒരു സ്റ്റോറി. ഓക്കെ, അതെ ജലാലുദ്ദീനെ കൊന്നിട്ടാണ് പുള്ളി പവറിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ജലാലുദ്ദീൻ ഖൽജിയുടെ ഒത്തിരി പ്രത്യേകതകളൊന്നും ഇല്ല. നമുക്ക് നേരെ ഇനി അലാവുദ്ദീൻ ഖൽജിയിലേക്ക് പോവാം. പുള്ളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഇദ്ദേഹം ഈ പറയുന്ന പോലെ അമ്മാവനെ കൊന്നിട്ട് വന്നതുകൊണ്ട് തന്നെ ഹി ഓൾസോ ഫേസ്ഡ് സം ലെജിറ്റിമസി ക്രൈസിസ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ബാൾബനേക്കാളും കൂടുതൽ റൂത്ത്ലെസ് ആയിട്ടാണ് പുള്ളി ഭരിച്ചത്. കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുകയും കൂടുതൽ എല്ലാവരെയും കൺട്രോൾ ചെയ്തിട്ടാണ് അലാവുദ്ദീൻ ഖിൽജി ഭരിച്ചത്. ഓക്കെ, കാരണം പുള്ളിക്കറിയാം നമ്മളൊന്ന് അയഞ്ഞു കൊടുത്താൽ ഞാൻ ചെയ്തത് തന്നെ വേറെ ആരെങ്കിലും എന്നോട് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഹി വാസ് വെരി കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പം ഇദ്ദേഹം ഈ പറയുന്ന പോലെ അമ്മാവൻ സുൽത്താൻ ആയിരുന്ന സമയത്ത് ഹി വാസ് അപ്പോയിന്റഡ് ആസ് ആമിർ തുസൂഖ്, അതുപോലെ ഹി വാസ് അർസി മമാലിക്, മിനിസ്റ്റർ ഓഫ് വാർ, അങ്ങനെ കുറച്ച് പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പുള്ളിയുടെ സമയത്ത് പുള്ളി അധികാരത്തിൽ വന്നപ്പോഴേക്കും അവിടുത്തെ സ്പൈസ് സിസ്റ്റം അത്ര എഫിഷ്യൻ്റ് ആയിരുന്നില്ല. അതുപോലെ തന്നെ ഈ നൊബിലിറ്റി ഇവരൊക്കെ എന്താണ് വൈൻ കുടിക്കുകയും
അങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നൊബിലിറ്റികളുടെ ഇടയിൽ ഭയങ്കര കല്യാണങ്ങൾ നടക്കുകയും അങ്ങനത്തെ കുറേ സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ് കൂടുതലായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു നോബിളാണ്, ഇദ്ദേഹം ഒരു നോബിളാണ്, അപ്പം നമ്മളുടെ ഫാമിലീസ് തമ്മിൽ മാരേജസ് നടക്കുന്നു, അപ്പം നമ്മൾ തമ്മിൽ ഒന്നായല്ലോ. അപ്പം ഇങ്ങനെ നൊബിലിറ്റീസ് തമ്മിലുള്ള കല്യാണങ്ങൾ, ഇങ്ങനത്തെ ബന്ധങ്ങൾ വന്നാൽ എന്താണ്, അവരൊരുമിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ, അവരുടെ കയ്യിലും അവരും ഇൻഫ്ലുവൻഷ്യൽ ആണല്ലോ. അപ്പം നൊബിലിറ്റീസ് ഒന്നിച്ച് നിന്നാൽ അത് എനിക്ക് പണിയാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, അലാവുദ്ദീൻ ഖൽജി ഒരു സമയത്ത് പറഞ്ഞു നൊബിലിറ്റീസിനിടയിൽ മാരേജസ് പാടില്ല. അതുപോലെ തന്നെ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരും അല്ലെങ്കിൽ നോബിൾസ് ഒന്നും മദ്യം കുടിക്കാൻ പറ്റത്തില്ല. അതുപോലെ എന്ത് ചെയ്തു, റീഓർഗനൈസ്ഡ് ദി സ്പൈ നെറ്റ്വർക്ക്സ്, സ്പൈ സിസ്റ്റം ഒക്കെ വളരെ എഫിഷ്യൻ്റ് ആക്കാൻ തുടങ്ങി. അങ്ങനെ കുറേയധികം റീഫോംസ് ആര് കൊണ്ടുവന്നു, നമ്മുടെ അലാവുദ്ദീൻ ഖൽജി കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പുള്ളിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനിലുള്ള പല റെവല്യൂഷണറി ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ പറയുക? മാർക്കറ്റ് റീഫോംസ് ഉണ്ട്, അത് പറയാം. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? അതെ അതെ, ഹോഴ്സ് മിലിറ്ററി റീഫോംസ് പറയാം. പിന്നെ എന്തൊക്കെയുണ്ട്? ജിസിയ പുള്ളി കൊണ്ടുവന്നതായിട്ട് പറയുന്നുണ്ടോ? കുഡ് ബി, സാധ്യതയുണ്ട്. പക്ഷെ നമ്മളെവിടെ വായിക്കുന്നുണ്ടോ ജിസിയ കൊണ്ടുവന്നത് പറയുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവാം, സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കോൺട്രിബ്യൂഷൻസ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ്, ആർമി റീഫോംസിൽ വരുന്നതാണ് ചെഹ്റ സിസ്റ്റവും ദാഗ് സിസ്റ്റവും. എന്താ ദാഗ് സിസ്റ്റം? ഹോഴ്സിനെ ബ്രാൻഡ് ചെയ്യുന്നതാണ്. എന്തിനാ ഹോഴ്സിനെ ബ്രാൻഡ് ചെയ്യുന്നത്? അതായത് ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇക്താദാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒഫീഷ്യലാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്താണ് പേരെന്താ, ഫെവ ഒരു പ്രധാനപ്പെട്ട ഒഫീഷ്യലാണ്. അപ്പോൾ ഫെവ ഈസ് സപ്പോസ് ടു കീപ് 500 ഹോഴ്സസ്. പക്ഷെ ചിലപ്പോൾ ഫെവ എന്ത് ചെയ്യും, സർക്കാരിൻ്റെ അടുത്ത് നിന്ന് പൈസ അത്ര മേടിക്കും, പക്ഷേ 500-ന് പകരം ഒരു 200 ഹോഴ്സസിനായിരിക്കും കീപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇൻസ്പെക്ഷന് വരുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം ഒരു 200 ഹോഴ്സിനെ പ്രസൻറ്റ് ചെയ്യും, പിന്നെ ആ സെയിം ഹോഴ്സിനെ തന്നെ അടുത്ത 200-ഉം പിന്നെ സെയിം ഹോഴ്സിൽ നിന്ന് ഒരു 100 എടുത്ത് വീണ്ടും കാണിക്കും. അപ്പോൾ ഫെവയുടെ റെക്കോർഡിക്കലി നോക്കുവാണെങ്കിൽ 500 ഹോഴ്സസ് ഉണ്ട്, പക്ഷേ ഫെവ ആക്ച്വലി എത്രയേ കീപ്പ് ചെയ്യുന്നുള്ളൂ, 200 കീപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പം നോക്കിക്കേ, പെട്ടെന്നൊരു യുദ്ധത്തിന് പോകണം, അപ്പം നമ്മൾ തോക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. അപ്പം അങ്ങനത്തെ ചില ഫ്രോഡ് പരിപാടികൾ അന്ന് നടക്കുമായിരുന്നു. അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ഹോഴ്സിനെയും എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ടാറ്റു അടിക്കുന്ന പോലെ ഇങ്ങനെ അച്ചുകുത്തി വിടും. അപ്പം ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സെയിം ഹോഴ്സിനെ രണ്ടാമത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതാണ് ദാഗ് സിസ്റ്റം. ചെഹ്റ സിസ്റ്റം എന്താണ്? അപ്പം സോൾജിയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് റോൾ കോൾ വിളിക്കുന്നതാണ്. അതായത് ഇപ്പം എന്താ പറയുക, ഇപ്പം ഇവിടെ ഒരു പാടുള്ള ഒരു സോൾജിയർ, അപ്പം അവനൊരു നമ്പറോ പേരോ കാണും. അടുത്ത സോൾജിയർ, അപ്പം അവൻ്റെ എന്തെങ്കിലും വിസിബിളി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മാർക്ക് വെച്ചിട്ടായിരിക്കും അങ്ങനെ. അപ്പോൾ കാര്യം സോൾജിയേഴ്സിൻ്റെ ആണെങ്കിൽ ഇങ്ങനത്തെ ഫ്രോഡ് കാണിക്കും. അപ്പം ഒരേ സോൾജിയറിനെ തന്നെ വീണ്ടും വീണ്ടും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചെഹ്റ സിസ്റ്റം കൊണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ പുള്ളിയുടെ നമ്മൾ എന്താ പറയുക, വേറൊരു റീഫോം പറഞ്ഞെന്തായിരുന്നു, മാർക്കറ്റ് റീഫോംസ് എന്തൊക്കെയാണ് ചെയ്തത്? ഒന്ന്, ഹി ഫിക്സ്ഡ് ദി പ്രൈസസ് ഫോർ ഓൾ ദി പ്രൊഡക്ട്സ് അല്ലേ. അതുപോലെ തന്നെ 3 ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് വെർ എസ്റ്റാബ്ലിഷ്ഡ്. ക്ലോത്തിന് ഒരു മാർക്കറ്റ്, പിന്നെ എന്തിനൊക്കെയാണ്, ഏതാ, ക്യാറ്റിൽ, ഹോഴ്സസ്, സ്ലേവ്സ്, അതിനൊരു മാർക്കറ്റ്, പിന്നെന്താണ്, ക്ലോത്ത്സിന് നമ്മൾ പറഞ്ഞു, പിന്നെ ഫുഡ് ഗ്രെയിൻസിന് ഒരു മാർക്കറ്റ്. അപ്പം അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനെ എന്ത് ചെയ്യാൻ, അതിനെ ഓവർസീ ചെയ്യാൻ സെപ്പറേറ്റ് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു അല്ലേ. ഇപ്പം മാർക്കറ്റിൻ്റെ സൂപ്പർവൈസറെ നമ്മൾ എന്താ വിളിക്കുക, ഷെഹന-ഇ മണ്ഡി അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ സ്പൈസിനെയും മറ്റു കുറേ ഒഫീഷ്യൽസിനെയൊക്കെ അപ്പോയിന്റ് ചെയ്തു. മാർക്കറ്റ് സിസ്റ്റത്തിൽ എന്തെങ്കിലും തിരിമറികൾ നടത്തുന്നുണ്ടോ എന്നൊക്കെ അത് നോക്കാനൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ റീഫോംസ് പുള്ളി കൊണ്ടുവന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, പുള്ളിയുടെ സമയത്തും കുറേ മംഗോൾ ത്രെറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ പുള്ളി അതിനെ റിപ്പൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു തവണ ദ മംഗോൾസ് റീച്ച്ഡ് അപ് ടു ഡൽഹി ആൻഡ് ക്യാപ്ചേർഡ് സം
സം ഫോർട്ട്സ് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മംഗോൾസ് ക്യാപ്ചർ ചെയ്തു. പക്ഷേ അഗെയിൻ അലാവുദ്ദീൻ ഖൽജി ക്വിക്ലി റീഗെയിൻഡ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, അപ്പോൾ അതൊരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, അലാവുദ്ദീൻ ഖൽജിയുടെ സമയത്ത് ഡൽഹി സീജ് ചെയ്തോ ഇല്ലയോ എന്നൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ യെസ്, ദ സീജ് ഡൽഹി ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, പക്ഷെ പിന്നീട് ഖിൽജി വന്ന് അതിനെ റീഗെയിൻ ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സമയത്തുള്ള എക്സ്പാൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യയിലേക്കുള്ള എക്സ്പാൻഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡെക്കാനിലേക്കുള്ളത് കണ്ടോ, ദേവഗിരി, കാക്കാത്തിയ, ഹൊയ്സാല ആൻഡ് ദി പാണ്ഡ്യാസ്. അപ്പോൾ അതിൻ്റെ ടൈം ഫ്രെയിം ഒക്കെ റഫ്ലി ഈ സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് റെഗുലേഷൻസ് നമ്മൾ പറഞ്ഞു, ഷെഹനായി മണ്ഡി അതൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ അലാവുദ്ദീൻ ഖൽജിക്ക് ശേഷം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മിലിറ്ററി ജനറൽ ആയിട്ടുള്ള ഗാസി മാലിക്, അല്ലെങ്കിൽ പിന്നെ ഹി ടുക്ക് ദി ടൈറ്റിൽ ഓഫ് ഗിയാസുദ്ദീൻ തുഗ്ലക്. പുള്ളി എന്ത് ചെയ്തു, പുതിയൊരു ഡൈനാസ്റ്റിക്ക് രൂപം കൊടുത്തു, ദാറ്റ് ഈസ് ദി തുഗ്ലക് ഡൈനാസ്റ്റി. അപ്പം തുഗ്ലക് ടെറിട്ടറിയും അതിൻ്റെ പീക്ക് ടൈമിൽ ഏകദേശം ഇങ്ങനെയൊക്കെ ഇത്രയും ടെറിട്ടറീസ് അവരുടെ കീഴിലും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഗിയാസുദ്ദീൻ തുഗ്ലക്ക് കാര്യമായിട്ടൊന്നും അധികമൊന്നും പറയാനില്ല. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആര് വരുന്നു, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണ് നമ്മൾ കുറച്ചുകൂടെയൊക്കെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നമ്മൾക്കറിയാം തുഗ്ലക് പരിഷ്കാരങ്ങൾക്ക് ഭയങ്കര ഫേമസ് ആണ്. അതായത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുള്ളി ചെയ്തു, പക്ഷെ അതെല്ലാം ഫെയിലായിപ്പോയി അല്ലേ. ഒന്നെന്താണ്, അദ്ദേഹത്തിൻ്റെ ഷിഫ്റ്റിംഗ് ഓഫ് ദി ക്യാപിറ്റൽ ടു ദേവഗിരി. കാരണം നമ്മൾ ഇത് ഈ മാപ്പ് നോക്കിക്കേ, സിഗ്നിഫിക്കൻറ്റ് സൗത്ത് ഇന്ത്യൻ ടെറിട്ടറീസ് ഇവരുടെ കീഴിലുണ്ട്. പുള്ളിയുടെ ലോജിക്ക് കറക്റ്റ് ആയിരുന്നു, സൗത്ത് ഇന്ത്യയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഹി നീഡഡ് അനദർ ക്യാപിറ്റൽ. പക്ഷെ ഇവിടുത്തെ എല്ലാവരെയും കൊണ്ട് ഇങ്ങോട്ട് വരാനൊക്കെയാണ് പുള്ളി നോക്കിയത് അല്ലേ. എല്ലാവരെയും ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ദൗലത്താബാദിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സാധനങ്ങളാണ് പുള്ളി ചെയ്തത്. പക്ഷേ പുള്ളിക്ക് മനസ്സിലായി, ഇവിടെ വന്ന് തമ്പടിച്ച നോർത്ത് ഇന്ത്യ ആര് നോക്കും. അപ്പം അങ്ങനെ ഒരു ക്രൈസിസ് വന്നപ്പോൾ വീണ്ടും വന്നവരോടൊക്കെ തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, ആ ദേവഗിരി ക്യാമ്പയിൻ ഒരു പരാജയമായിപ്പോയി. പിന്നീട് രണ്ടാമത്തെ എന്താണ്, ടോക്കൻ കറൻസി അല്ലെ, കോപ്പർ ടോക്കൻ കറൻസി പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ അപ്പം അതുവരെ സിൽവർ കറൻസി അല്ലെങ്കിൽ ഗോൾഡ് ആയിരുന്നു, ഗോൾഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ സിൽവർ വെച്ചിട്ടോ ആയിരുന്നു കോയിൻസ് ഉണ്ടാക്കുന്നത്. അപ്പം പുള്ളി എന്ത് ചെയ്തു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് കുറച്ചുകൂടി ചീപ്പറായിട്ടുള്ള കോപ്പർ വെച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു, കോപ്പർ കോയിൻസ് ആളുകൾ ക്വാളിറ്റി കുറഞ്ഞ കോപ്പർ കോയിൻസ് ഫേക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ വന്നപ്പം റിയലായിട്ട് രാജാവിൻ്റെ അവിടെ നിന്ന് അച്ചടിച്ചിറങ്ങുന്ന കോപ്പർ കോയിൻസിന് എന്തില്ലാതായി, വിലയില്ലാതായി. അതായത് ഇപ്പം നമ്മൾ ബ്ലാക്ക് മണി സർക്കുലേറ്റ് ചെയ്യുന്നത് പോലെ കോപ്പറിൻ്റെ ബ്ലാക്ക് മണി അവിടെ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ആ എക്സ്പെരിമെൻറ്റും എന്തായിപ്പോയി, ഫ്ലോപ്പായിപ്പോയി. പിന്നെ എന്താണ് മൂന്നാമത്തെ പുള്ളിയുടെ അറ്റംപ്റ്റ് എന്തായിരുന്നു, ടാക്സേഷൻ, ദോവാബിൽ ടാക്സേഷൻ കൂട്ടിയത് അല്ലേ. അതെന്താണെന്ന് വെച്ചാൽ ഈ 2 സാധനങ്ങളും തോൽവിയായല്ലോ. അപ്പം അതിൻ്റെ ചെലവുകളൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പുള്ളി എന്ത് ചെയ്തു, ദോവാബ് എന്ന് വെച്ചാൽ ഏത് ദോവാബ് ഉദ്ദേശിക്കുന്നത്, ഗംഗ യമുന ദോവാബാണ്. ആ ഫെർട്ടൈൽ, ഏറ്റവും മോസ്റ്റ് ഫെർട്ടൈൽ റീജിയൻസ് അല്ലേ ഗംഗ യമുന ദോവാബ് എന്ന് പറയുന്നത്. അപ്പം ആ ദോവാബിലെ റീജിയൻസിൽ അത് ആക്ച്വലി ഖാലിസ ലാൻഡാണ്, ഡയറക്ട്ലി അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി സുൽത്താൻ. അപ്പം ആ ലാൻഡിൻ്റെ ടാക്സ് കൂട്ടി. പിന്നെ അതുപോലെ പുള്ളി വേറെ ചില ഫെയിൽഡ് എക്സ്പെഡിഷൻസ്, കറാച്ചിൽ എക്സ്പെഡിഷൻസ്, അങ്ങനെ ഖുറാസാൻ എക്സ്പെഡിഷൻ, അങ്ങനെ 2-3 സ്ഥലങ്ങളിലേക്ക് പുള്ളി ടെറിട്ടറീസ് കോൺക്വർ ചെയ്യാൻ പോയി. പക്ഷെ അതും ഫെയിലിയർ ആയിപ്പോയി. അപ്പം അങ്ങനെ എല്ലാം കൂടി ആകെ മൊത്തം നോക്കുമ്പോൾ ഒരു ഭൂലോക പരാജയമായിപ്പോയി ആര്, നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. പക്ഷെ പുള്ളിയുടെ സമയത്ത് വേറെ ചില നല്ല കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. എന്താണ്, ദിവാനി കോഹി അല്ലേ, ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പുള്ളി കൊണ്ടുവന്നു. അപ്പോൾ ഈ എസ്പെഷ്യലി ഈ ദോവാബിൽ ടാക്സ് കൂട്ടിയതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് പുള്ളി ഇത് കൊണ്ടുവരുന്നത്. ദിവാനി കോഹി എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ലോൺസ്, തക്കാവി ലോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫാമേഴ്സിന് വേണ്ടിയിട്ട്. അഗ്രികൾച്ചറൽ ലോൺസ് ആണ് തക്കാവി ലോൺസ്, അതൊക്കെ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെന്താ നമ്മൾ പറയാ, ഇബ്നു ബത്തൂത്ത വേഴ്സസ് കണ്ടംപററി, പുള്ളിയുടെ ടൈമിലുള്ള മോസ്റ്റ് ഫേമസ് ട്രാവലറും റൈറ്ററും ആയിരുന്നു. കറക്റ്റാണ്. പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം വരുന്ന, പിന്നീട് ത്രോണിലേക്ക് വരുന്ന ആളാണ്
ഫിറോസ് ഷാ തുഗ്ലക് അല്ലെ. ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ പറയാം? I think he is regarded as the first sultan to impose irrigation tax in India. അല്ലെ, ഇന്ത്യയിൽ ഇറിഗേഷൻ ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സുൽത്താൻ അയാളാണ്. പിന്നീട് എന്താണ്, പല അധികം ഡിപ്പാർട്ട്മെന്റ്സ് പുള്ളി കൊണ്ടുവന്നത്. ഇപ്പൊ എന്താണ്, ചാരിറ്റിക്ക് വേണ്ടി ദിവാനി ഖൈറത്ത്, അങ്ങനെ കുറച്ചധികം ഡിപ്പാർട്ട്മെന്റ്സ് പുള്ളി കൊണ്ടുവന്നു അല്ലെ. ഇപ്പൊ ഞാനിവിടെ കുറച്ച് പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഡിപ്പാർട്ട്മെന്റ്സ് ലാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പം അത് കൂടാതെ ഇനി നമ്മൾ ഫിറോസ് ഷാ തുഗ്ലക്കിന് ശേഷം വരുന്ന പിന്നെയുള്ള കുറച്ച് വീക്കർ ആയിട്ടുള്ള തുഗ്ലക് റൂളേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരു തുഗ്ലക് റൂളറിന്റെ സമയത്താണ് ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നത്? മംഗോൾസ് ഓൾറെഡി ഡിക്ലൈൻ ആയി കഴിഞ്ഞു. മംഗോൾസിന് പകരം വരുന്നത് ആരാ? അല്ല, തിമുറിഡ് ഡൈനാസ്റ്റിയുടെ ഇൻവേഷൻ, തിമൂറിന്റെ ഇൻവേഷൻ ആണ്. ഓക്കെ, അപ്പം മംഗോൾസ് അല്ല, മംഗോൾസ് ആ സമയം ആകുമ്പോഴേക്കും ഡിക്ലൈൻ ചെയ്തു പോയി. അതായത് 1398 ഒരു വീക്കായിട്ടുള്ള ഒരു തുഗ്ലക് റൂളർ ഭരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഡൽഹി ആര് ഇൻവേഡ് ചെയ്യുന്നത്? തിമുർ ഇൻവേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഇയർ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഇൻവേഷൻ ഓഫ് തിമുർ ഇൻ ഇന്ത്യ. അപ്പം ഇൻവേഷൻ ഓഫ് തിമുറും സയ്യിദ് ഡൈനാസ്റ്റിയുമായിട്ട് വളരെ കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? സയ്യിദ് ഡൈനാസ്റ്റിയുടെ ആദ്യത്തെ റൂളർ ആയിട്ടുള്ള ഖിസർ ഖാൻ എന്ന് പറയുന്നത് തിമുർ ഏൽപ്പിച്ചിട്ട് പോയത്. അതായത് കുറച്ച് ടെറിട്ടറീസ് തിമുർ ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഖിസർ ഖാനോട് പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടി നീ നോക്കി നടത്തണം. അങ്ങനെ പറഞ്ഞു പോയി. അങ്ങനെ ഖിസർ ഖാൻ എന്ത് ചെയ്തു? ഒരു സയ്യിദ് ഡൈനാസ്റ്റി രൂപീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ സയ്യിദ് എന്ന് പേര് വരാൻ കാരണം ഈ ഡൈനാസ്റ്റിയിലെ ആളുകളൊക്കെ ദേ ക്ലെയിം ദാറ്റ് ദേ ആർ ഡിസെൻഡൻസ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്. പ്രോഫറ്റ് മുഹമ്മദിന്റെ അതേ ബ്ലഡ് ലൈനിലുള്ള ആളുകളെയാണ്, അവരാണ് ഈ സയ്യിദ്സ് എന്ന് പറയുന്ന ടൈറ്റിൽ എടുക്കുക. ഈവൻ ഇപ്പോഴും ഇന്ത്യയിലാണേലും ഈ സയ്യിദ് എന്ന് ടൈറ്റിൽ എടുക്കുന്നവരെന്താണ്, ഇപ്പൊ പാണക്കാട് മുഹമ്മദ് ഷിഹാബ് അലി തങ്ങൾ, അവരൊക്കെ സയ്യിദ് ടൈറ്റിൽ എടുക്കുന്നുണ്ട്. ബിക്കോസ് ദേ ക്ലെയിം ദാറ്റ് ദേ ആർ ഡിസെൻഡൻസ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്. അപ്പൊ നോക്കിക്കേ, ഖിസർ ഖാൻ, മുബാറക് ഷാ, ഇവരൊക്കെ എന്താണ്? സയ്യിദ് ഡൈനാസ്റ്റിയുടെ റൂളേഴ്സ് ആണ്. അപ്പൊ ഖിസർ ഖാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹി വാസ് വെരി റെസ്പെക്ട്ഫുൾ ടുവേർഡ്സ് തിമുർ. തിമുറിനോട് വളരെ ഭയഭക്തി ബഹുമാനം ഉള്ളതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തിട്ടില്ല, സുൽത്താൻ എന്നുള്ള ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം സുൽത്താൻ ആരാണ്? തിമുറാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ദാസൻ അല്ലെങ്കിൽ കാര്യസ്ഥൻ മാത്രമാണ്. ആ ഒരു റെസ്പെക്റ്റ് അയാൾക്ക് ഉള്ളതുകൊണ്ട് അയാൾ എന്ത് ചെയ്തില്ല, സുൽത്താൻ എന്നുള്ള ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തില്ല. പക്ഷെ പുള്ളിയെ പോലെ ആയിരുന്നില്ല പുള്ളിയുടെ മക്കളൊക്കെ. മുബാറക് ഷായൊക്കെ വരുമ്പോഴേക്കും എന്ത് ചെയ്തു, ആ ബന്ധമൊക്കെ പുള്ളി അവസാനിപ്പിച്ചു. ഹി ക്ലെയിംഡ് ഹിംസെൽഫ് ആസ് സുൽത്താൻ, ഞാനാണ് സുൽത്താൻ, തിമുറൊന്നും ഇല്ല, ആ ഒരു രീതിയിൽ. പിന്നെ അദ്ദേഹത്തിന് ശേഷം ഒന്ന് രണ്ട് മറ്റ് റൂളേഴ്സ്, മുഹമ്മദ് ഷാ, ആലം ഷാ, ഇങ്ങനെ ഒന്ന് രണ്ട് പേര് വരുന്നു. പിന്നീട് ഇവരെ ഓവർത്രോ ചെയ്തിട്ട് ആരാ വരുന്നത്? ലോധീസ് വരുന്നു. ഓക്കെ, അപ്പം ലോധീസിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് മെയിനായിട്ട് ബഹ്ലൂൽ ലോധി, സിക്കന്ദർ ലോധി, ഇബ്രാഹിം ലോധി. അപ്പോൾ ബഹ്ലൂൽ ലോധിയാണ് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഈ ലോധീസ് ആണ് ആക്ച്വലി എന്ത്, അഫ്ഗാൻസ്. ബാക്കി ഇവരൊക്കെ ടർക്സ് ആണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തവരൊക്കെ ഒരു ടർക്കിഷ് ഡിസെൻഡൻസി ക്ലെയിം ചെയ്യുന്നവരാണ്. ഡൽഹി സുൽത്താനേറ്റിൽ അഫ്ഗാൻ എഥനിസിറ്റി ഉള്ളത് ആർക്കാണ്? ലോധീസിനാണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ ബഹ്ലൂൽ ലോധി ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ല, എന്താ പറയാ. ഓക്കെ, ബഹ്ലൂൽ ലോധി വാസ് ദ ഫൗണ്ടർ ഓഫ് ലോധി ഡൈനാസ്റ്റി. പിന്നെന്താണ്, ഈ ബഹ്ലൂൽ ലോധിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടർക്കിഷ് നോബിൾസിന് പകരം അഫ്ഗാൻ നോബിൾസിന് തൻ്റെ കോർട്ടിൽ പ്രാധാന്യം കൊടുത്തു. ബിക്കോസ് ഹി ഹിംസെൽഫ് ഈസ് എൻ അഫ്ഗാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അഫ്ഗാൻ നോബിൾസിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല, പുള്ളി കുറച്ചുകൂടെ നോബിൾസിനോട് ഡെമോക്രാറ്റിക് ആയിട്ടാണ് ഇടപെട്ടത്. അതായത് ഇപ്പം ഒരു കൺസൾട്ടേഷൻ, സുൽത്താൻ എന്നുള്ളൊരു സുപ്രീമസി ഒന്നുമില്ല, ഒരു ജനറലി ഒരു ഡെമോക്രാറ്റിക് വേയിൽ പോയി. പക്ഷേ അടുത്ത ആള്, പുള്ളിയുടെ മകൻ വരുമ്പം, സിക്കന്ദർ ലോധി വരുമ്പോൾ എന്ത് ചെയ്തു, പുള്ളി ആ സിസ്റ്റം അങ്ങ് നിർത്തി. ഞാൻ സുൽത്താൻ, നിങ്ങൾ എൻ്റെ കീഴിൽ നിൽക്കുന്ന നോബിൾസ് ആണ്. ആ ഒരു ഹൈറാർക്കി വീണ്ടും കൊണ്ടുവന്നു. അപ്പം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, നിങ്ങൾ ഇങ്ങോട്ടൊന്നും കൂടുതൽ പറയണ്ട.
ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറി. അപ്പോൾ ഹി വാസ് ലിറ്റിൽ ടോളറൻറ്റ് ടുവേർഡ്സ് നോൺ മുസ്ലിംസ്, അതുപോലെ തന്നെ സുപ്പീരിയർ പൊസിഷൻ ഓഫ് ദി സുൽത്താൻ വിസവി നോബിൾസ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പം ഇദ്ദേഹവും കുറച്ച് സ്ഥലങ്ങളൊക്കെ അനക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് റൂളർ ഇബ്രാഹിം ലോധിയിലേക്ക് എത്തുമ്പോൾ സിക്കന്ദർ ലോധിയുടെ 1-2 വേറെ പ്രത്യേകതയുണ്ട്. എന്താണ്? ഹി വാസ് വെൽ വേഴ്സ്ഡ് ഇൻ ലിറ്ററേച്ചർ. ഭയങ്കര എന്താ പറയുക, സാഹിത്യത്തിലൊക്കെ കമ്പമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, ഒരു തൂലികാനാമം ഉണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ പേര്? ഗുൽ റുഖി. അപ്പൊ അറിയാത്തവരൊന്ന് എഴുതി വെച്ചോ. ഗുൽ റുഖി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിക്കന്ദർ ലോധിയുടെ പെൻ നെയിമാണ്. കറക്റ്റ് ആണ്. അത് ഞാൻ വിട്ടുപോയായിരുന്നു. സിക്കന്ദർ ലോധി ഈസ് ദ റൂളർ ഹു ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ആഗ്ര. കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ സിക്കന്ദർ ലോധിയെ കുറിച്ച് പറയുമ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഗാസ് ഇ സിക്കന്ദരി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു മെഷർമെന്റ് യൂണിറ്റ് കൊണ്ടുവന്നു. ഈ ലാൻഡ് ഒക്കെ അളന്ന് അതിൻ്റെ ടാക്സ് ഒക്കെ തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ് എന്ത്? ഗാസി സിക്കന്ദരി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഇബ്രാഹിം ലോധിയാണ്. ഇബ്രാഹിം ലോധി നമുക്കറിയാം ലോധി ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളറാണ്. അപ്പോൾ ഈ ഉള്ളതിൽ ഏറ്റവും എന്താ പറയാ, ഭയങ്കര എന്താണ്, അതെ എല്ലാവരും വെറുപ്പിക്കുന്ന സ്വഭാവമായിരുന്നു. ആർക്ക്? ഇബ്രാഹിം ലോധിക്ക്. അതായത് നോബിൾസുമായിട്ടൊന്നും ഒരു തഞ്ചത്തിൽ നിൽക്കത്തില്ല, ഒരു നയത്തിൽ നിൽക്കത്തില്ല. അങ്ങനെ നോബിൾസിനെ അടക്കം എല്ലാവരും വെറുപ്പിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നു ആര്? ഇബ്രാഹിം ലോധി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇബ്രാഹിം ലോധിക്ക് ആര് പണി കൊടുക്കുന്നത്? ദൗലത് ഖാൻ ലോധി എന്ന് പറയുന്ന പഞ്ചാബിലെ അന്നത്തെ ഗവർണർ, ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള ഗവർണറാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് ദൗലത് ഖാൻ ലോധിയാണ്. അപ്പൊ എന്ത് ചെയ്തു? ബാബറിനെ ദൗലത് ഖാൻ ലോധി ഇൻവൈറ്റ് ചെയ്തു. ഇവിടെ ഒരു പണിയുണ്ട്, ചെയ്തു തരുവാണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ബാബർ എന്ത് ചെയ്തു? ബാബർ സമയത്ത് ആക്ച്വലി ഉസ്ബെക്കിസ്ഥാനിൽ നിന്നൊക്കെ പുള്ളിയുടെ റൈവൽസ് പുള്ളിയെ വല്ലാതെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ ഇതൊരു സുവർണ അവസരമാണ്, എന്നാൽ പിന്നെ എന്ത് ചെയ്യാം, ഇന്ത്യയിലോട്ട് പോയി ഇവിടെ ഒരു കൈ നോക്കാം. അങ്ങനെയാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലോട്ട് വരുന്നത്. അങ്ങനെ ഇബ്രാഹിം ലോധിയെ ഏത് ബാറ്റിലാണ് ഡിഫീറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ഡിഫീറ്റ് ചെയ്യുന്നത് 1526. അങ്ങനെ ആ ലോധി ഡൈനാസ്റ്റിക്ക് ഒരു എൻഡ് വരികയും ചെയ്യാണ്. അതുപോലെ തന്നെ ഇറ്റ് ലേഡ് ദി ഫൗണ്ടേഷൻ ഫോർ ദി ഗ്രേറ്റ് മുഗൾ ഡൈനാസ്റ്റി. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയാണ് ഓടിച്ച് ഏകദേശം എല്ലാ ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് അതെല്ലാം കവർ ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പ്രധാനമായിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഓഫീസേഴ്സ് ആണ്, പ്രധാനമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സും അതൊക്കെ. അപ്പം നമ്മൾ കണ്ടായിരുന്നു ദിവാനി വിസാറത്ത്. ദിവാനി വിസാറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ സുൽത്താൻ്റെ ഏറ്റവും അടുത്ത ടോപ്പ് ഒഫീഷ്യലാണ്, ടോപ്പ് മിനിസ്റ്ററാണ്. അപ്പോൾ ഹി ഈസ് കൺസിഡേർഡ് ആസ് ചീഫ് അഡ്വൈസർ ടു സുൽത്താൻ ആൻഡ് മെനി ഡിപ്പാർട്ട്മെന്റ്സ് വെർ അണ്ടർ ഹിം. അപ്പം എന്താണ്, ഈ ഡിപ്പാർട്ട്മെന്റ്സിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചേക്കുക. ഇപ്പം കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാം, മജുംദാർസ് എന്ന് പറയുമ്പോഴേക്കും ലോൺസ്, അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ കുറച്ച് ദിവാനി മുസ്തഖറജ് കണ്ടോ, റവന്യൂ പേയ്മെൻറ്റ്സിൻ്റെ റെക്കോർഡ്സ് ഒക്കെ വെക്കുന്നതാണ്. അങ്ങനെ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദിവാനി ആമിർ കോഹി നമ്മൾ കണ്ടായിരുന്നു, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ദിവാനി ആർസ്, ബന്ദാഗൺ, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചേക്കുക. ദിവാനി ഖൈറത്ത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ചാരിറ്റി, അതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയത് ഇഖ്ത സിസ്റ്റം ആണ്. ഇഖ്ത സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അതായത് ഇപ്പം നമുക്ക് ഇപ്പോഴാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ സാലറി കൊടുക്കും, പക്ഷെ അന്ന് ഉണ്ടായിരുന്ന സിമിലർ സിസ്റ്റമായിരുന്നു ഇഖ്ത സിസ്റ്റം അല്ലേ. അപ്പം കുറച്ചധികം നോബിൾസോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സുപ്പീരിയർ ഒഫീഷ്യൽസോ ഉണ്ടാവും. അവരെന്ത് ചെയ്യും, തൻ്റെ ടെറിട്ടറീസിനെ ഇഖ്താസ് ആയിട്ട് തരംതിരിച്ച് അവർക്ക് ഓരോരുത്തരെയും ഇഖ്താദാറായിട്ട് അപ്പോയിന്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഓൺ ബിഹാഫ് ഓഫ് ദി സുൽത്താൻ ദീസ് ഇഖ്താദാർസ് അല്ലെങ്കിൽ മുക്തീസ് വിൽ ബി റൂളിങ് ദീസ്, അല്ലെങ്കിൽ ഓവറോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കുകയും അവിടുന്ന് റവന്യൂ കളക്ട് ചെയ്ത് സുൽത്താന് കൊടുക്കുകയും ചെയ്യുന്ന ആരാണ്? ഈ ഇഖ്താദാർസ് ആണ്. അപ്പം ഓരോ ഇഖ്താദാറിൻ്റെ സാലറി ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ സീനിയർ ഒഫീഷ്യൽസ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സാലറി 1000 രൂപയായിരിക്കും. നിങ്ങൾ ഇത്തിരി ജൂനിയർ ആണെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ 500 ആയിരിക്കും. അപ്പോൾ ഏതാണെങ്കിലും ആ കളക്ട് ചെയ്ത് നിങ്ങൾ തരുന്ന റവന്യൂവിൽ നിന്ന് നിങ്ങൾക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള സാലറി ഞാൻ തരും. ഓക്കെ,
അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇക്ത സിസ്റ്റം. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളുടെ കീഴിൽ നിങ്ങൾ എന്തും കീപ്പ് ചെയ്യും, കൃത്യമായിട്ടുള്ള ഹോഴ്സസും ക്യാവലറീസിനെയൊക്കെ കീപ്പ് ചെയ്യും. അപ്പം ഞാനൊരു യുദ്ധത്തിന് വിളിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ വെൻ ദർ ഇസ് വാർ, നിങ്ങൾ എൻ്റെ വാർ കമാൻഡേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളായിട്ട് ആക്ട് ചെയ്യും. വെൻ ഇറ്റ് ഈസ് നോർമൽ ടൈംസ്, നിങ്ങൾ എൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾ എന്നെ അസിസ്റ്റ് ചെയ്യും. അതിന് പകരം ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഇത്ര എമൗണ്ട് സാലറി ആയിട്ട് ഞാൻ തരും. അത് കളക്ട് ചെയ്യുന്നത് എന്താണ്, ഇക്ത ലാൻഡുകളിൽ നിന്നായിരിക്കും. ആ ഒരു സിസ്റ്റം അല്ലേ, അതാണ് ഇക്ത സിസ്റ്റം. അപ്പം അത് നിങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പാരലായിട്ട്, അതായത് ഡൽഹി സുൽത്തനേറ്റ്സിന് പാരലായിട്ട് സൗത്ത് ഇന്ത്യയിൽ ആരായിരുന്നു അല്ലേ? ഡൽഹി സുൽത്തനേറ്റ് ഏകദേശം ഒരു 1200-കളിൽ വന്നു, റഫ്ലി അല്ലേ, ഒരു 1200-കൾക്ക് ശേഷം വന്നതാണ്. പാരലി ആ ഒരു പീരീഡ് 13th century 14th centuryയിൽ സൗത്ത് ഇന്ത്യയിൽ ആരായിരുന്നു? അപ്പോൾ പ്രധാനപ്പെട്ട നമുക്കറിയാം നമ്മുടെ വിജയനഗര എംപയർ, സംശയമൊന്നുമില്ല അല്ലേ. അതുപോലെ തന്നെ അവർക്ക് പാരലായിട്ടൊരു ബഹ്മാണി എംപയർ ഉണ്ടായിരുന്നു, അതൊരു മുസ്ലിം എംപയർ ആയിരുന്നു അല്ലേ. അപ്പം നമുക്ക് ആദ്യം വിജയനഗര എംപയർ, അത് ഫൗണ്ട് ചെയ്യുന്നത് ആരാണ്? 2 brothers, ഹരിഹര ആൻഡ് ബുക്ക അല്ലേ. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് തന്നെ ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അതായത് 2 ബ്രദേഴ്സ് ഫൗണ്ട് ചെയ്തതാണ് ഓൺ ദി അഡ്വൈസ് ഓഫ് ഒരു സെയിൻറ്റ്, അങ്ങനെ എന്തോ ഒരാളുടെ, അത് ഏത് എംപയർ ആണെന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ, ഒരു PYQ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വിജയനഗര എംപയർ. അപ്പം നമുക്കറിയാം 4 ഡിഫറെൻറ്റ് ഫാമിലീസ് അല്ലെങ്കിൽ ഡൈനാസ്റ്റീസ് വിജയനഗര എംപയറിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ആരൊക്കെയാണ്? സംഗമ, സളുവ, തുളുവ, അരാവിഡു. ഇവർ 4 ഡൈനാസ്റ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം വരുന്നത് സംഗമയാണ്. സംഗമ ഡൈനാസ്റ്റിയുടെ കീഴിലാണ് നമ്മുടെ ഹരിഹര, ബുക്ക, പിന്നെ ഹരിഹര 2 ഇവരൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് ദേവരായ 1, ദേവരായ 2. അപ്പം 2 പേരുടെയും ടൈം പീരീഡ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ദേവരായ 1 കണ്ടോ, 1404 to 1422. പിന്നെ ഇമ്മീഡിയറ്റ്ലി അതിനുശേഷം സക്സീഡ് ചെയ്യുന്ന ദേവരായ 2 ആണ്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ദേവരായ 1-ന്റെ സമയത്താണ് നിക്കോളോ ഡി കോണ്ടി എന്ന് പറയുന്ന ഒരാൾ വിസിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദേവരായ 2-ന്റെ സമയത്തോ അഗെയിൻ ആരാ വിസിറ്റ് ചെയ്യുന്നത്? അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ഒരു ട്രാവലർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹി വാസ് വെൽ വേഴ്സ്ഡ് ഇൻ സാൻസ്ക്രിറ്റ്. പുള്ളി എന്ത് ചെയ്തു? സുധാനിധി എന്ന് പറയുന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ സം കമൻട്രി ഓൺ ബ്രഹ്മസൂത്രാസ്. അപ്പം അങ്ങനെ 1-2 ഡെവലപ്മെൻറ്റ്സ് ആണ് പുള്ളിയുടെ സമയത്തുള്ളത്. പിന്നെ ഇതൊന്നുമല്ല, പ്രധാനപ്പെട്ട റൂളർ ആരാണ്? തുളുവ ഡൈനാസ്റ്റിയിൽ നിന്ന് വരുന്ന നമ്മുടെ കൃഷ്ണദേവരായയാണ് ഏറ്റവും മോസ്റ്റ് പ്രോമിനൻറ്റ് റൂളർ എന്ന് പറഞ്ഞ് വരുന്നത് അല്ലേ. അപ്പം എന്തൊക്കെയാണ് പുള്ളിയുടെ പ്രത്യേകതകൾ? തെലുഗു ലാംഗ്വേജിനെ പാട്രണൈസ് ചെയ്തു. അതുപോലെ ഹി ഹിംസെൽഫ് വാസ് എ ഗ്രേറ്റ് എന്താണ് പേട്രൺ ഓഫ്, അല്ലെങ്കിൽ ഹി ഹിംസെൽഫ് വാസ് എ ഗ്രേറ്റ് ലവർ ഓഫ് ലിറ്ററേച്ചർ. പുള്ളി കുറേ വർക്ക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ജാമ്പവതി കല്യാണം, പിന്നെ അമുക്ത മാല്യട, അതൊക്കെ പുള്ളിയുടെ വർക്ക്സ് ആണ് അല്ലേ. അപ്പം അതൊക്കെ ഏത് ലാംഗ്വേജിലാണെന്നൊക്കെ നോക്കുക. ഇപ്പം അമുക്ത മാല്യട എഴുതിയിരിക്കുന്നത് തെലുഗിലാണ്, അതേസമയം ജാമ്പവതി കല്യാണോ സംസ്കൃതത്തിലാണ്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വെക്കണം കേട്ടോ. അവിടെയൊക്കെ ചിലപ്പോൾ ഇവർ ട്വിസ്റ്റ് തരും. ഓക്കെ. ഇനി പുള്ളിയുടെ പേര് ആന്ധ്രഭോജ, അഭിനവ ഭോജ, അങ്ങനത്തെ പേരൊക്കെ പുള്ളി എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാബറിന്റെ കണ്ടംപററി ആയിരുന്നു കൃഷ്ണദേവരായ. ബാബർ ഇന്ത്യയിലോട്ട് വരുന്നത് 1526-ലാണ്. 1530 പുള്ളി മരിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണദേവരായയുടെ ടൈം പീരീഡും റഫ്ലി അതിന് എന്താ പറയുക കണ്ടംപററി ആയിട്ടാണ് വരുന്നത് അല്ലേ. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? അഷ്ടദിഗജാസ്. പുള്ളിയുടെ കോർട്ടിലെ 8 വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്കോളേഴ്സും ഇൻ്റലക്ച്വൽസും ഉണ്ടായിരുന്നു. അവരെ നമ്മൾ അഷ്ടദിഗജാസ് എന്ന് പറയും. നമ്മുടെ തെന്നാലി രാമനൊക്കെ ആ അഷ്ടദിഗജാസിൽ ഒരാളാണ്. അതുപോലെ മറ്റ് കന്നഡ, തെലുഗു പോയിറ്റ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്? പോർച്ചുഗീസ് ഇന്ത്യയിലുള്ള സമയത്ത് ഇദ്ദേഹം അവരുടെ കണ്ടംപററി ആയിട്ടുണ്ട്. അൽബക്രൂക്കിൻ്റെ കണ്ടംപററി ആയിരുന്നു നമ്മുടെ കൃഷ്ണദേവരായ. പിന്നെ പുള്ളി കൺസ്ട്രക്ട് ചെയ്ത മറ്റേ ഹസാര രാമസ്വാമി ടെമ്പിൾ, വിത്തലസ്വാമി ടെമ്പിൾ, അങ്ങനെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടുള്ള വിജയനഗര ടെമ്പിൾസ് പുള്ളിയുടെ സമയത്താണ്. ഏത് ട്രാവലറാ പുള്ളി വിസിറ്റ് ചെയ്തിട്ടുള്ളത്? ഡൊമിംഗോ പയസും ദുവാർത്തെ ബാർബോസയും അല്ലേ.
അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഏതൊക്കെ ട്രാവലർ വന്നു, അതുപോലെ അവരെന്തൊക്കെയാണ് വിജയനഗര കിങ്ഡത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ നോക്കണം. ഓക്കെ, നമ്മൾ ആ തീംസ് 2-ൽ വായിക്കത്തില്ലേ? അപ്പൊ അതിൽ നോക്കിയിരിക്കണം. കാരണം തീംസ് 2-ന്ന് ഡയറക്റ്റ്ലി ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കല്യാണ മണ്ഡപ. അതിൻ്റെ ഒരു PYQ ഓർമ്മയില്ല, അത് തീംസ് 2-ന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. അപ്പം അങ്ങനെ അവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ വിജയനഗരയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പം നോക്കിക്കേ, നമ്മളുടെ പഴയ ആ ചോള സ്ട്രക്ചർ തന്നെയാണ്. മണ്ഡലം, നാട്, സ്ഥല, പിന്നെ ഗ്രാമ, അങ്ങനെയൊക്കെയുള്ള ഡിഫറൻഷിയേഷൻ. പിന്നെ നമ്മൾ വിജയനഗര അഡ്മിനിസ്ട്രേഷൻ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അമരനായക സിസ്റ്റം. നമ്മുടെ ഇക്ത സിസ്റ്റത്തിനൊക്കെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അമരനായക സിസ്റ്റം. അതായത് ഇങ്ങനെ പോളിഗേഴ്സ് ഒക്കെ എമർജ് ചെയ്ത് വരുന്ന ആ സമയത്താണ്. നമ്മൾ പിന്നീട് മോഡേൺ ഇന്ത്യയിൽ പോളിഗർ റിവോൾട്ട് പഠിക്കുന്നില്ലേ, ആ പോളിഗേഴ്സ് ഒക്കെ എമർജ് ചെയ്ത് വരുന്നത് ഈ വിജയനഗര കിങ്ഡത്തിന്റെ സമയത്താണ്. ഓക്കെ, പിന്നെ നമ്മൾ വിജയനഗര ആർക്കിടെക്ചർ എന്ന് പറയുമ്പോഴേക്കും അഗെയിൻ ഈ ദ്രവീഡിയൻ ഇൻഫ്ലുവൻസിൽ നിന്നും അതുപോലെ നഗര എല്ലാ കൾച്ചറിൽ നിന്ന് ഇവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം ഒന്ന് രായഗോപുരംസ് ആണ്. അതായത് ഭയങ്കര ടോളായിട്ടുള്ള ഗോപുരംസ് എന്തുണ്ട് ഈ വിജയനഗര ടെമ്പിൾസിൻ്റെ പാർട്ടാണ്. അതുപോലെ തന്നെ മണ്ഡപങ്ങളിനകത്ത് ഭയങ്കര ഓർണമെൻറ്റ് ചെയ്തിട്ടുള്ള പില്ലേർഡ് ഹോൾസ് ആണ്. ഓരോ പില്ലറും ഭയങ്കര ഓർണമെൻറ്റ് ചെയ്ത് കൊത്തുവർക്കുകളും ഒക്കെ ചെയ്തിട്ടുള്ള ഭയങ്കര എലാബറേറ്റ് പില്ലേഴ്സാണ് അവർക്കുള്ളത്. പിന്നെ ഗ്രാനൈറ്റ് ആണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്, വിരുപക്ഷ ടെമ്പിൾ, ഹംപി. അപ്പം വിരുപക്ഷ എന്ന് പറയുമ്പം ആരാ അവിടുത്തെ ഡേറ്റി? ഹു ഇസ് ദ ഡേറ്റി? ഹു ഇസ് വിരുപക്ഷ? ശിവയാണ്. അതേസമയം വിഷ്ണുവിൻ്റെ നമ്മൾ വിത്തല, വിത്തോബ എന്നൊക്കെ പറയുന്നത് ആരാണ്? ദാറ്റ് ഇസ് വിഷ്ണു. അപ്പം അതൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിച്ചു വെക്കണം. അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചിലപ്പോൾ കിട്ടാം, നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ നോക്കി വെച്ചില്ലെങ്കിൽ. ഓക്കെ, പിന്നെ നമ്മൾ വിജയനഗര എംപയറിൻ്റെ സമയത്തുള്ള ട്രാവലേഴ്സ് ആണ്. അപ്പം നമ്മൾ കുറേയൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ദുവാർത്തെ ബാർബോസ, അബ്ദുൽ റസാഖ്, ഡൊമിംഗോ പയസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, നിക്കോള ഡെ കോണ്ടി, പിന്നെ ഫെർണാവോ നുനസ്. അത് അച്യുത ദേവരായയുടെ സമയത്താണ്. എങ്ങനെയാ വിജയനഗര കിങ്ഡം ഡിക്ലൈൻ ആവുന്നത്? ബിക്കോസ് ഓഫ് ദി റൈവൽറീസ് വിത്ത് ദി ബഹ്മാനി കിങ്ഡം. അപ്പം ഏതാ ബാറ്റില്? ബാറ്റിൽ ഓഫ് തളിക്കോട്ട അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് രാക്ഷസ തകഴി, ആ ബാറ്റിലാണ് അല്ലേ. അപ്പം ആ ബാറ്റിൽ എന്താണ്, ആരൊക്കെയാ ഇവർ അറ്റാക്ക് ചെയ്യുന്നത്? അതായത് അഹമ്മദ് നഗർ, ഗോൽക്കൊണ്ട ആൻഡ് ബിജാപൂർ, ഈ 3 കിങ്ഡംസിൻ്റെയും കമ്പൈൻഡ് അറ്റാക്കിലാണ് എന്ത് സംഭവിക്കുന്നത്, വിജയനഗര കിങ്ഡം ലാസ്റ്റായിട്ട് എൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ അത്രയും പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് നിർത്താം. പിന്നെ ബഹ്മാനി കിങ്ഡത്തിൻ്റെ കുറച്ചുണ്ട്, പിന്നെ കുറച്ച് മുഗൾസും ഉണ്ട്. അപ്പം നമുക്കത് അടുത്ത നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.